Hello, good evening all. Hi, hello Srila, Nanaga, Kishan, welcome all to the chemical kinetics session. So which is the last session of our chemistry JEE Main 2022 crash course. I hope everybody is preparing so well for the exam and I expect you to do your maximum for all the coming model exams, mock test and then final test. Yes. So we'll start chemical kinetics എന്ന് പറഞ്ഞാൽ എന്താന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. എല്ലാവരും ഉഷാറായിട്ട് ഇരിക്കണം, ഉഷാറായിട്ട് പഠിക്കണം. കഴിഞ്ഞു പോയ ക്വസ്റ്റ്യൻസ് വീണ്ടും ചെയ്ത് നോക്കുക. ഡു എ ലോട്ട് ഓഫ് മോക്ക് ടെസ്റ്റ്, ഡു യുവർ NCERT എക്സസൈസ് എല്ലാം നിങ്ങൾ ചെയ്യണം. റിവൈസ് യുവർ ഇക്വേഷൻസ്, റിവൈസ് ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, റിവൈസ് ദോസ് ചാപ്റ്റേഴ്സ്. നിങ്ങൾ ഇത് ഏറ്റവും കഷ്ടപ്പെട്ട് പഠിച്ചിരിക്കുന്ന ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യുക. ആരും ലൂസായി പോവരുത്. ഹാവ് എ വെരി ടൈറ്റ് പ്രിപ്പറേഷൻ ഫോർ ഓൾ ദീസ് കമ്മിങ് ഡേയ്സ്. അപ്പം കുറച്ച് കൂടി നമുക്ക് സമയം കിട്ടിയിട്ടുണ്ട്, വിച്ച് ഈസ് ആക്ച്വലി എ ഗുഡ് ന്യൂസ്. ബട്ട് അഗെയിൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നവരെ സംബന്ധിച്ച് ഇറ്റ് ക്യാൻ ഓൾസോ ബി എ ബാഡ് ന്യൂസ് ബിക്കോസ് സംടൈംസ് യു മൈറ്റ് ഹാവ് പ്രിപ്പയർഡ് സോ വെൽ ഫോർ ദി എക്സാം ടിൽ നൗ ആൻഡ് സം അതേഴ്സ് മൈറ്റ് have not prepared that much. പക്ഷേ when one more month is coming, ഓൾറെഡി നേരത്തെ വീക്ക് ആയിരിക്കുന്നവരൊക്കെ സ്ട്രോങ് ആവാനുള്ള വളരെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പൊ എപ്പോഴും സ്ട്രോങ് ആയിരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് യു ഹാവ് ടു പ്രിപ്പയർ ഈവൻ മോർ. ഏറ്റവും കൂടുതൽ സമയം പ്രിപ്പയർ ചെയ്യണം. കാരണം പീപ്പിൾ വിൽ ബി കമ്മിങ് ടു യുവർ ലെവൽ നൗ. പീപ്പിൾ വിൽ ബി ഡൂയിങ് എ ലോട്ട് ആൻഡ് അവർ നിങ്ങളുടെ ലെവലിലേക്ക് കയറി വരുന്നുണ്ട്. ഒബ്വിയസ്ലി ഓൾ ഓഫ് യു ആർ വെരി ഗുഡ്. നിങ്ങളെല്ലാവരും വളരെ മിടുക്കന്മാരാണ്. അപ്പൊ നിങ്ങളുടെ നിലവാരത്തിലേക്ക് എല്ലാവരും വരും അടുത്തൊരു മാസം ആകുമ്പോഴേക്ക്. സോ നിങ്ങൾ അതിലെ ഹോപ്പ് കളയരുത്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഏറ്റവും ലൈക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ വർക്ക് ചെയ്യാത്തതുപോലെ നിങ്ങൾ എല്ലാവരും വർക്ക് ചെയ്യുക. ആൻഡ് ദിസ് ഇയർ വിൽ ബി ഫോർ യു. ഓക്കെ. അപ്പൊ കൈനറ്റിക്സിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത് റേറ്റ് ഓഫ് റിയാക്ഷൻ, റേറ്റ് ലോ, റേറ്റ് കോൺസ്റ്റന്റ്, ഈ വക സംഭവങ്ങളാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ അതിന്റെ റേറ്റ് ഓഫ് റിയാക്ഷൻ എഴുതാൻ ഏതൊക്കെ കാര്യങ്ങളായിരിക്കും? റേറ്റ് ഓഫ് എ റിയാക്ഷൻ എന്താണ്, അതിന്റെ റേറ്റ് ലോ എക്സ്പ്രഷൻ എന്താണ്, റേറ്റ് കോൺസ്റ്റന്റ് എന്താണ്, അത് കഴിഞ്ഞ വാട്ട് ഈസ് യുവർ ഓർഡർ, ഓർഡറിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ആ ഓർഡറിൽ തന്നെ സീറോ ഓർഡർ, ഫസ്റ്റ് ഓർഡറിലാണ് ഏറ്റവും കൂടുതൽ ചോദ്യം നമുക്ക് ഉണ്ടാവുന്നത്. സംടൈംസ് സെക്കൻഡ് ഓർഡർ ഈസ് ഓൾസോ പോസിബിൾ. ഇതിൽ തന്നെ നിങ്ങൾ ഹാഫ് ലൈഫ്, ടി ഹാഫ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ടി ഹാഫ് ആൻഡ് ദ റിലേഷൻ വിത്ത് ദ റേറ്റ് കോൺസ്റ്റന്റ്, ഗ്രാഫിക്കൽ അനാലിസിസ്. അതിനുശേഷം നമുക്ക് വരുന്നത് ഏതാ? തിയറീസ് റിലേറ്റഡ് ടു ദി കൊളീഷൻ. കൊളീഷൻ തിയറീസ് ആണ്, വിച്ച് ഈസ് യുവർ അറീനിയസ് തിയറി ആൻഡ് കൊളീഷൻ തിയറി. അപ്പൊ അറീനിയസ് തിയറിയും കൊളീഷൻ തിയറിയും നിങ്ങൾ ഡീൽ ചെയ്ത് കഴിയുമ്പോഴേക്കും ഏകദേശം ഈ ചാപ്റ്റർ ഓവർ ആവും. സോ വിൽ ഡു എ ഫ്യൂ ക്വസ്റ്റ്യൻസ്. അപ്പൊ അതിനു മുന്നേ സീറോ ഓർഡറിലും ഫസ്റ്റ് ഓർഡറിലൊക്കെ നിങ്ങൾ കണ്ടുവന്നിരിക്കുന്ന ഫോർമുലാസ് ഒക്കെ നിങ്ങളുടെ മനസ്സിൽ ഓടി മറയണം. അപ്പൊ നമുക്ക് എന്തായാലും ഡയറക്റ്റ് ചോദ്യത്തിലേക്ക് പോവാലോ. കാരണം കുറച്ച് കഴിയുമ്പോഴേ യു നീഡ് ടു റിമെമ്പർ ഓൾ ദി ഡിഫറെന്റ് ഓർഡേഴ്സ്. ഓക്കെ. അപ്പൊ കുറെ ഓർഡേഴ്സ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഞാൻ എഴുതുന്നുണ്ട്. അതെ, നിങ്ങൾക്ക് സ്ലൈഡിൽ കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ സ്ലൈഡിൽ വിസിബിൾ ആണോ? സി, ഞാനിങ്ങനെ ഗോപിക, അനഘ, ഞാനിങ്ങനെ സ്ലൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വെയിറ്റ് എ സെക്കൻഡ്, അതിപ്പോൾ ശരിയാവും. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇതില് നിർബന്ധമായിട്ടും സീറോ ഓർഡർ, ഫസ്റ്റ് ഓർഡർ, ഈ സാധനത്തിന്റെ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി വരിക. സോ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നു വിചാരിക്കുന്നു. അനഘ റെഡിയല്ലേ? ശ്രീലാലേ? ഓക്കെ. അപ്പോൾ ഇതിൽ അതിനുശേഷം നിങ്ങൾ കൊളീഷൻ തിയറി, കൊളൈഡ് ചെയ്യുമ്പോഴാണ് ആൾക്കാരുണ്ടാവുക. പക്ഷെ അതിന് രണ്ട് കണ്ടീഷൻ വേണം. ഒന്ന്, രണ്ടുപേര് കൊളൈഡ് ചെയ്യുമ്പോൾ പ്രോപ്പർ ആയിരിക്കുന്ന ഓറിയന്റേഷൻ ഉണ്ടാവണം, അതുപോലെ മിനിമം എനർജി ഉണ്ടാവണം, അല്ലേ? ആ മിനിമം എനർജിയെയാണ് നമ്മൾ ത്രെഷോൾഡ് എനർജി എന്ന് പറയുന്നത്. മിനിമം എനർജി റിക്വയർഡ് ടു റിയാക്ട് എ മോളിക്യൂൾ ഫോർ എഫക്റ്റീവ് കൊളീഷൻ, അതിനെയാണ് ത്രെഷോൾഡ് എനർജി എന്ന് പറയാം. പക്ഷെ ഇപ്പൊ ഓൾറെഡി എനിക്ക് റിയാക്ട് ചെയ്യാൻ ഒരു 100 ജൂൾ എനർജി വേണം. And what is my energy now? I am having an energy of 30 kilojoule. അപ്പം 70 kilojoule extra energy കൊടുത്താലേ ഞാൻ റിയാക്ട് ചെയ്യുള്ളൂ or effective collision തരുള്ളൂ. So this extra amount is known as activation energy. So what I am doing? Okay, I'll eat a lot and I'll get the energy and I'll react, right? So this is happening. അപ്പൊ ഇതിനെ ആക്ടിവേഷൻ എനർജി എന്നാണ് പറയാ. എക്സ്ട്രാ നിങ്ങൾ എത്ര എനർജി കൊടുക്കേണ്ടി വരുന്നു എന്നതിനെയാണ് ആക്ടിവേഷൻ എനർജി എന്ന് പറയാ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫാസ്റ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ആക്ടിവേഷൻ എനർജി കുറവാണ്. സ്ലോ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ആക്ടിവേഷൻ എനർജി കൂടുതലാണ്. കൊളീഷൻ ഫ്രീക്വൻസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. ഈ വക കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ലെറ്റ്സ് സ്റ്റാർട്ട് ഡൂയിങ് എ ഫ്യൂ പ്രോബ്ലംസ്. ഓക്കെ.
This is your first question. Give us the answer. For the reaction 2A plus 3B plus 3 by 2C giving 3P, which statement is correct? Correct ആയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പറയാമോ? പെട്ടെന്ന് പറയൂ. കറക്റ്റ് ആയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പറയൂ. അപ്പൊ നമുക്കറിയാം നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഒരു ബാലൻസ്ഡ് ഇക്വേഷൻ തന്നാൽ the rate expression can be written as how it is minus 1 by 2. നിങ്ങൾക്കറിയാം കോഎഫിഷ്യന്റുകൾ വെച്ച് ഡിവൈഡ് ചെയ്യണം. So minus 1 by 2 dA by dt is equal to minus 1 by 3 dB by dt is equal to minus 2 by 3. അല്ലേ, 1 by 3 by 2 എന്ന് പറയുന്നതിന് നിങ്ങൾക്ക് 2 by 3 എന്ന് എഴുതാം. Minus 2 by 3 dC by dt is equal to plus 1 by 3 dP by dt എന്ന് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. കോൺസെൻട്രേഷന് പകരം ഓപ്ഷനുകളിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് എയും ബിയും സിയും ആണ് തന്നിരിക്കുന്നത്. എ ബി സി ഇവരുടെ റിലേഷൻ എഴുതുക. സോ മൈനസ് ഡി എ ബൈ ഡി ടി എന്ന് പറയുമ്പോഴേക്ക് 2 അപ്പുറത്തേക്ക് പോകുന്നു, വിച്ച് ഈസ് മൈനസ് 2 by 3 dB by dt ഇസ് ഈക്വൽ ടു മൈനസ് 2 into 2 നമ്മൾ ചെയ്യുമ്പോഴേക്ക് എത്ര കിട്ടി? 4 by 3 dC by dt. അപ്പൊ മൈനസ് സൈൻ ഒക്കെ പോയി കഴിഞ്ഞാൽ എല്ലാം പ്ലസ് ആവുന്നുണ്ട്. വിച്ച് ഈസ് ദി ആൻസർ? യു ഗെറ്റ് ഓപ്ഷൻ ഏതാണ് ശ്രീലാൽ? സി. സി എന്ന് പറയുന്ന ഓപ്ഷൻ കറക്റ്റ് ഓപ്ഷൻ ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. റെഡി റെഡി. അടുത്തൊരു ചോദ്യം ശ്രദ്ധിക്കണം. ഫോർ ദി ഫോളോയിങ് റിയാക്ഷൻസ് ശ്രദ്ധിച്ചു നോക്കുക. CH3 CH2 CH2Br അതിലേക്ക് Z മൈനസ് വരുന്നു. ആ Z മൈനസ് ആദ്യത്തെ റിയാക്ഷൻ KS സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഞാൻ ആ റിയാക്ഷനെ തൽക്കാലം സൂം ചെയ്യാം. ദിസ് ഈസ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂക്ലിയോഫൈൽ വരുന്നു, ലീവിംഗ് ഗ്രൂപ്പ് പുറത്തേക്ക് പോകുന്നു. അങ്ങനെയാണെങ്കിൽ Z മൈനസ് വന്ന് Br മൈനസ് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ശരിയല്ലേ? അതാണ് റെപ്രസെന്റ് ചെയ്തത്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഫോർ എലിമിനേഷൻ റിയാക്ഷൻ. എലിമിനേഷൻ റിയാക്ഷൻ ബീറ്റ എലിമിനേഷൻ ആണ്. നമ്മുടെ ആള് വരുന്നു, H+ എടുത്ത് ഡബിൾ ബോണ്ട് ഉണ്ടാവുന്നു. ഇതാണ് സംഭവിക്കുന്നത്. Z മൈനസ് എ ബി എന്നിങ്ങനെ രണ്ട് പേരെ തരുന്നുണ്ട്. എ എന്ന് പറയുന്നത് CH3 CH2O മൈനസ് ഈഥോക്സൈഡും ബി എന്ന് പറയുന്നത് CH3C CH3 CH3O മൈനസ് ടെർഷ്യറി ബ്യൂട്ടോക്സൈഡുമാണ്. ആ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റുകളെ KS KE എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സോ ദീസ് ആർ ദ റേറ്റ് കോൺസ്റ്റന്റ് ഫോർ ദ സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് എലിമിനേഷൻ. മ്യൂ എന്ന് പറഞ്ഞ KS by KE എന്നും പറഞ്ഞു. കറക്റ്റ് ഓർഡർ കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എയും ബിയും നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം വ്യക്തമാണ്. ബി മൈനസ് ഈസ് ബൾക്കി. അപ്പൊ ബൾക്കി ആയിരിക്കുന്നയാൾ, അത് ടെർഷ്യറി ബ്യൂട്ടോക്സൈഡ് ആണ്. ബൾക്കി ആയിരിക്കുന്നവർക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണോ എലിമിനേഷൻ ആണോ സാധ്യത? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ബൾക്കിയാണ്, ബുദ്ധിമുട്ടാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. സോ they will always prefer elimination. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, ബി മൈനസിന് എലിമിനേഷൻ ആണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? പറഞ്ഞിരിക്കുന്ന കാര്യം ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഇതിന്റെ എലിമിനേഷൻ റിയാക്ഷനെ മാത്രം നോക്കിക്കഴിഞ്ഞാൽ, എലിമിനേഷൻ റിയാക്ഷൻ ഫോർ എയും എലിമിനേഷൻ റിയാക്ഷൻ വെൻ ബി ഈസ് യൂസ്ഡ് നോക്കിക്കഴിഞ്ഞാൽ ഏതിന്റെ കോൺസ്റ്റന്റ് ആയിരിക്കും കൂടുതൽ? ഏത് റിയാക്ഷൻ ആയിരിക്കും കൂടുതൽ? ബി ആയിരിക്കും അല്ലേ? അപ്പൊ നിങ്ങൾ തന്നിരിക്കുന്ന ഇക്വേഷനിൽ രണ്ടാമത്തെ പാർട്ട് KE ഓഫ് എ ആൻഡ് ബി ആണ് എന്ന് പറഞ്ഞാൽ എലിമിനേഷൻ വെൻ എ ഈസ് യൂസ്ഡ്, എലിമിനേഷൻ വെൻ ബി ഈസ് യൂസ്ഡ് ആണ്. റെഡി അല്ലേ? അപ്പൊ ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് മനസ്സിലാവുന്നു ബി മൈനസ് എലിമിനേഷൻ പ്രിഫർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ എ മൈനസ് പ്രിഫർ ചെയ്യുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. അപ്പൊ KS എയെ സംബന്ധിച്ച് കൂടുതലാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ ബിയേക്കാളും സബ്സ്റ്റിറ്റ്യൂഷൻ എക്കാണ് കൂടുതൽ സാധ്യത. നിങ്ങളോട് മ്യൂ എ മ്യൂ ബി കമ്പയർ ചെയ്യാൻ ചോദിച്ചു. അപ്പൊ നിങ്ങൾ എന്താ പറയാ? മ്യൂ എന്ന് പറഞ്ഞാൽ KS by KE ആണ്. KS ഏതിനാണ് കൂടുതൽ നോക്കണം? ഏതിനാ KS കൂടുതൽ? എക്കല്ലേ കൂടുതൽ. അപ്പൊ മ്യൂ എ വിൽ ഓൾവേസ് ബി ഗ്രേറ്റർ ദാൻ മ്യൂ ബി, കാരണം സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് ഹയർ ഫോർ എ. അപ്പൊ നമുക്ക് മനസ്സിലായി മ്യൂ എ ഈസ് ഗ്രേറ്റർ ദാൻ മ്യൂ ബി. അപ്പൊ അത് ആദ്യം നോക്കണം. നിങ്ങൾക്ക് തന്നിരിക്കുന്നതിൽ മ്യൂ എ ഗ്രേറ്റർ ദാൻ മ്യൂ ബി എന്ന് പറയുന്ന രണ്ട് ഓപ്ഷനുകളെ കാണാം. ഇനി
ആ രണ്ട് ഓപ്ഷനുകളിൽ ബാക്കിയുള്ളവരെ നോക്കാം. KEB ഗ്രേറ്റർ ദാൻ KEA, KEA ഗ്രേറ്റർ ദാൻ KEB. എലിമിനേഷനിൽ ബിക്കാണ് കൂടുതൽ സാധ്യത. സോ യുവർ ആൻസർ വിൽ ബി വാട്ട്? ബി ആണ് ഓപ്ഷൻ. ബി ആണ് ഓപ്ഷൻ. പറഞ്ഞത് ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ ശ്രദ്ധിക്കുക, അവിടെ മ്യൂസ് എന്ന് പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ ബൈ എലിമിനേഷന്റെ കമ്പാരിസൺ ആണ്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ ബൈ എലിമിനേഷൻ ചെയ്യുമ്പോൾ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ കൂടുതൽ എക്കാണല്ലോ, അതുകൊണ്ടാണ് മ്യൂ എ ഗ്രേറ്റർ ദാൻ മ്യൂ ബി ആയത്. പിന്നെ എലിമിനേഷന്റെ കാര്യം ചോദിച്ചാൽ ബിക്കാണല്ലോ കൂടുതൽ. ക്ലിയർ അല്ലേ? യെസ്. See the next question for the reaction 2H2 plus 2NO giving N2 plus 2H2O. ഇതാണ് റിയാക്ഷൻ. The observed rate expression, ഈ ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ് എക്സ്പ്രഷൻ is Kf into NO square into H2. What is the rate expression for the reverse reaction? ഇതാണ് ചോദ്യം. അപ്പൊ നമുക്കിവിടെ ഇക്വിലിബ്രിയം ഉണ്ട് എന്ന് വിചാരിക്കാം നിങ്ങൾ, അല്ലേ? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ നമുക്കറിയാം K equilibrium is equal to what is that? Rate of forward by rate of backward. അല്ലേ? K equilibrium is rate of forward by rate of backward ആണ്. So you can write it is Kf by Kb, or you can write it is RF by RB. എങ്ങനെ വേണമെങ്കിലും എഴുതാം. This is your equilibrium constant which is equal to, ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതാൻ നമുക്കറിയാലോ. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതി നോക്കൂ, എത്രയാ ആൻസർ വരുന്നേ? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എല്ലാവരും എഴുതി നോക്കടാ. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഈസ് നൈട്രജൻ ഇൻറ്റു H2O സ്ക്വയർ ഡിവൈഡഡ് ബൈ H2 സ്ക്വയർ ഇൻറ്റു NO സ്ക്വയർ. ഇതാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. റെഡി അല്ലേ? സോ ദിസ് ഈസ് വാട്ട് യു ആർ ഗെറ്റിംഗ്. ഇത് നമുക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ഒന്നുകിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ യു ആർ ഗെറ്റിംഗ് ദിസ് ആസ്, അപ്പൊ KB ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ റിവേഴ്സ്, അല്ലെ? KB എന്ന് പറഞ്ഞാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ്. റിവേഴ്സ് റിയാക്ഷന്റെ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ KB is equal to KF by K ഇക്വിലിബ്രിയം ആണ്. ശരിയല്ലേ? ഇറ്റ് ഈസ് KF by K ഇക്വിലിബ്രിയം ആണ് നമ്മൾ ചെയ്യാനുള്ളത്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക, വേണമെങ്കിൽ ഈ എക്സ്പ്രഷൻ തന്നെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നിങ്ങൾക്ക് നോക്കിയേ, NO നോക്കണേ, NO സ്ക്വയർ ഇൻറ്റു H2 എന്ന് പറയുന്ന ഭാഗത്ത് തന്നെ NO സ്ക്വയർ ഇൻറ്റു H2 എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനെ സൂചിപ്പിക്കുന്നതാ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ എഴുതാം. സോ ദിസ് ഇസ് KF അങ്ങനെ എഴുതി, ഡിവൈഡഡ് ബൈ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്താ? N2 ഇൻറ്റു H2O സ്ക്വയർ ഡിവൈഡഡ് ബൈ H2 സ്ക്വയർ ഇൻറ്റു NO സ്ക്വയർ ആണ്. അപ്പൊ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചേ, KF ഇൻറ്റു NO സ്ക്വയർ ഇൻറ്റു ഒരു H2, അതിനെ നമ്മൾ എന്ത് വിളിച്ചു? RF എന്ന് വിളിച്ചു. ശരിയല്ലേ? സോ നമുക്ക് ബാക്കി വരുന്നത് RF ഇൻറ്റു H2 എന്നുള്ളത് മേലെയുള്ളത് ബാക്കിയുണ്ട്, ഡിവൈഡഡ് ബൈ N2 ഇൻറ്റു H2O സ്ക്വയർ. ഇതാണ് നമുക്ക് വന്നിരിക്കുന്ന ഇക്വേഷൻ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, അല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്തായിരിക്കും. കാരണം KB ആണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. യു ആർ ഗെറ്റിംഗ് RF ഇൻറ്റു H2 എന്ന് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. സോ ഫൈനലി വാട്ട് അബൌട്ട് ദ ബാക്ക്വേർഡ് റിയാക്ഷൻ? എത്രയാണ് ആൻസർ വന്നതെന്ന് പറയൂ. ബാക്ക്വേർഡ് റിയാക്ഷന്റെ കേസിൽ എത്രയാണ് ആൻസർ വരുന്നത്? ഇഫ് ദിസ് ഈസ് RF ബൈ, ഞാനിപ്പോ K ഇക്വിലിബ്രിയത്തിന് RF ബൈ K ഇക്വിലിബ്രിയം ഇഫ് ഇറ്റ് ഈസ് RF ബൈ RB എന്നാണ് ഞാൻ എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് RBയുടെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ ഇനി എളുപ്പമുണ്ട്. That is equal to, what is that? It is KB into N2 into H2O square by H2 എന്ന് കിട്ടും. ശരിയല്ലേ? അല്ലേ? കാരണം ഓൾറെഡി RF കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി H2നെ താഴേക്ക് കൊണ്ടുവരുന്നു. സോ ഡിവൈഡഡ് ബൈ H2 എന്ന് വരുന്നു, വിച്ച് ക്യാൻ ബി ലൈക്ക് യുവർ റേറ്റ് ഓഫ് ദി ബാക്ക്വേർഡ് റിയാക്ഷൻ. അത്ര മാത്രമേ പറയാൻ പറ്റുള്ളൂ. RF കഴിഞ്ഞാൽ ബാക്കി വരുന്നത് ബാക്ക്വേർഡ് റിയാക്ഷൻ്റെതാണെന്ന് സൂചിപ്പിക്കണം. യു ഗെറ്റ് ഓപ്ഷൻ ഡി. ശരിയല്ലേ ഗോപിക? ക്ലിയർ അല്ലേ? റെഡി? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അപ്പൊ ഒന്നുമില്ല, ബേസിക്കലി ഒബ്സർവ്ഡ് റേറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒബ്സർവ്ഡ് റേറ്റും തിയററ്റിക്കൽ റേറ്റും കൂടി ഡിവൈഡ് ചെയ്ത ബാക്ക്വേർഡ് റിയാക്ഷൻ കിട്ടി, അത്രയേ ഉള്ളൂ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ XA ഗിവിംഗ് YB, ഒരു റിയാക്ഷൻ തന്നു. അതിന്റെ log മൈനസ് DA ബൈ DT is equal to log DB by DT plus 0.3010. A and B are respectively. A, B യെ ഐഡന്റിഫൈ ചെയ്യണം. N-butane, isobutane, C2H2, C6H6, C2H4, C4H8, N2O4, NO2. ഇതിൽ ആരാണെന്ന് കണ്ടുപിടിക്കണം. അതിന് ആദ്യം നമുക്കൊരു ഏകദേശം ഐഡിയ ഉണ്ടാവണം.
log 0.3010 എന്ന് പറഞ്ഞാൽ log 2 അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ദിസ് ഈസ് ഈക്വൽ ടു log a പ്ലസ് log b എന്ന് പറഞ്ഞാൽ log a ഇൻറ്റു ബി ആണ്. ശരിയല്ലേ? അപ്പം പറഞ്ഞു വരുന്നത് നിലവിൽ നിങ്ങളുടെ കയ്യിലുള്ള ഇക്വേഷൻ log മൈനസ് ഡി എ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു log 2 ഇൻറ്റു ഡി ബി ബൈ ഡി ടി ആണ്. ശരിയല്ലേ? എഴുതണോ അത്? log മൈനസ് ഡി എ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു log 2 ഇൻറ്റു ഡി ബി ബൈ ഡി ടി ആണ്. ലോഗ് രണ്ട് സൈഡിലും വരുന്നു. ലോഗ് ഓപ്പറേഷൻ മാറ്റിക്കഴിഞ്ഞാൽ മൈനസ് ഡി എ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു 2 ഡി ബി ബൈ ഡി ടി. അതല്ലെങ്കിൽ മൈനസ് 1/2 ഡി എ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു പ്ലസ് ഡി ബി ബൈ ഡി ടി എന്ന് നമുക്ക് കിട്ടും. ഇതിന് എന്താ നിങ്ങളുടെ കൺക്ലൂഷൻ എന്താ? പൊതുവെ നമുക്കറിയാം ഒരു റിയാക്ഷൻ തന്നാൽ എക്സ് കോഎഫിഷ്യന്റ് ആണെങ്കിൽ നിങ്ങൾ ആ എക്സിനെയാണ് താഴെ എഴുതുക. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി, വൈ ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഇതല്ലേ നമുക്ക് കിട്ടാനുള്ളത്? എക്സ് ഈസ് ഈക്വൽ ടു 2 ആണ്, വൈ ഈക്വൽ ടു 1, അതായത് എക്സിന്റെ പകുതിയാണ് വൈ വരേണ്ടത് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എൻ ബ്യൂട്ടേനും ഐസോബ്യൂട്ടേനുമാണ് എടുക്കുന്നതെങ്കിൽ ഒരു ബ്യൂട്ടേനിന് ഒരു ഐസോബ്യൂട്ടേനിലെ പ്രോഡക്റ്റ് തരാൻ പറ്റുള്ളൂ, കാരണം ഫോർമുല സെയിം ആണ്. C2H6 ആണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ എഴുതേണ്ടത് എന്താ? 3C2H2 ആണ് C6H6 ആയിട്ട് മാറാൻ പോകുന്നത്. ശരിയല്ലേ? ഇനി C2H4 ആണെങ്കിൽ 2C2H4 ആണ് C4H8 ആയിട്ട് മാറുന്നത്, വിച്ച് ഈസ് കറക്റ്റ്. അപ്പൊ അവരുടെ റേഷ്യോ എടുക്കുമ്പോൾ 2:1 എന്നുള്ള റേഷ്യോ, x:y 2:1 എന്നുള്ള റേഷ്യോ വരണമെങ്കിൽ ഓപ്ഷൻ സി മാത്രമേ നമുക്കൊരു സാധ്യതയുള്ളൂ. ക്ലിയർ അല്ലേ? ഈസി അല്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? ദിസ് ഈസ് എ വെരി നൈസ് ക്വസ്റ്റ്യൻ. സീ ദ നെക്സ്റ്റ് വൺ. വേഗം അടുത്ത ചോദ്യം ചെയ്യാം. NO2 required for a reaction is produced by the decomposition of N2O5 in CCl4 as per the equation. ഇക്വേഷൻ അനുസരിച്ചിട്ടാണ് നമ്മുടെ N2O5ന്റെ ഡീകമ്പോസിഷൻ നടക്കുന്നത്. The initial concentration of N2O5 is 3 mole per liter and it's 2.75 mole per liter after 30 minutes. ഒരു സമയം തന്നിട്ടുണ്ട്, N2O5ന്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് പറഞ്ഞിട്ടുണ്ട്, വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് NO2 എന്നുള്ളതാണ് ചോദ്യം. നിലവില് N2O5ന്റെ ഡാറ്റ തന്നിട്ട് NO2നെ ചോദിക്കുന്നു. അപ്പൊ തന്നെ നിങ്ങൾക്ക് റിലേഷൻ അറിയാം. എന്താ റിലേഷൻ? മൈനസ് 1/2 ഡി ബൈ ഡി ടി ഓഫ്, ബേസിക്കലി അങ്ങനെ എഴുതണമെന്നില്ല, യു ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഇക്വേഷനിൽ ഇവിടെ മൈനസ് ഡി ബൈ ഡി ടി ഓഫ് N2O5 എത്രയാണെന്ന് നമുക്ക് എഴുതാം. അതായത് വാട്ട് ഈസ് ദ ഡിസപ്പിയറൻസ് ഓഫ് N2O5? അതെങ്ങനെയാ കണ്ടുപിടിക്കുക? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ബൈ ടൈം. സോ വാട്ട് ഈസ് യുവർ കോൺസെൻട്രേഷൻ ചേഞ്ച്? 3 മോൾ പെർ ലിറ്റർ 2.75 മോൾ പെർ ലിറ്റർ ആയിട്ട് മാറി. എത്രയാ ചേഞ്ച്? 3.25 മാറി എന്ന് പറഞ്ഞാൽ 0.25 മോൾ പെർ ലിറ്റർ ആണ് ചേഞ്ച് ബൈ 30 മിനിറ്റ്. ഇതാണ് നിലവില് ഡിസപ്പിയറൻസ് ഓഫ് N2O5. ചോദ്യം അപ്പിയറൻസ് ഓഫ് NO2 കണ്ടുപിടിക്കണം. അതിന് അവരുടെ റിലേഷൻ അറിയണ്ടേ? എന്താ റിലേഷൻ? നിങ്ങളുടെ കയ്യിൽ വരുന്ന N2O5ഉം NO2ഉം തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കണം, വിച്ച് ഈസ് മൈനസ് 1/2 ഡി ബൈ ഡി ടി ഓഫ് N2O5 is equal to plus 1/4 d by dt of NO2. മനസ്സിലായോ? അങ്ങനെയല്ലേ റിലേഷൻ എഴുതുന്നത്? ആൻസർ കിട്ടിയോ നിങ്ങൾക്ക്? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചോദ്യം നിങ്ങൾക്ക് ഇവിടെ മനസ്സിലായിട്ടുണ്ട്. ഡി ബൈ ഡി ടി ഓഫ് NO2 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 2 times മൈനസ് ഡി ബൈ ഡി ടി ഓഫ് N2O5. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 into 0.25 by 30. 0.25 into 2 എന്ന് പറഞ്ഞാൽ 0.50 ആണ്, വിച്ച് ഈസ് ഹാഫ്. അപ്പോൾ 1/2 into 30 എന്ന് പറഞ്ഞാൽ 1/60 ആണ് വരിക. 1/6 എന്ന് പറഞ്ഞാൽ 0.166 ആണ് അല്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1.66 into 10 raised to minus 2 അല്ലേ വരുന്നത്? യെസ്. അങ്ങനെ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ബി. യു ആർ ഗെറ്റിംഗ് ഓപ്ഷൻ ബി. വേറൊരു ആൻസർ അവിടെ പോസിബിൾ അല്ല. റെഡി? യെസ് യെസ് യെസ്. ആ ചെയ്തിരിക്കുന്ന മെത്തേഡ് ക്ലിയർ അല്ലേ എന്ന് ഒന്നും കൂടി നോക്കാം. ഇക്വേഷൻ തന്നിട്ടുണ്ട്, ബാലൻസ്ഡ് ഇക്വേഷൻ ആണ്. 2N2O5 ഗിവിംഗ് 4NO2 plus O2. ബാലൻസ്ഡ് ഇക്വേഷൻ തന്നു. ആദ്യം അത് നോക്കുക. N2O5ന്റെ ഡാറ്റ തന്നിട്ട്
NO2 കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നു. അപ്പൊ അവരുടെ റിലേഷൻ മനസ്സിലുണ്ടാവണം. ആ റിലേഷൻ ആണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതിനാദ്യം N2O5 എത്ര പോയി എന്ന് കണ്ടുപിടിച്ചിട്ട് NO2 കണ്ടുപിടിക്കുന്നു. ഈസി. നെക്സ്റ്റ് ലിസൺ. A bacterial infection in an internal wound grows as n dash t is equal to n0 exponential t. അതായത് n dash is equal to n0 exponential raised to t, where t is the time in hours. ശരി, ഇതാണ് ബാക്ടീരിയയുടെ ഗ്രോത്ത്. റെഡി? A dose of antibiotic taken orally needs 1 hour to reach the wound. അപ്പോൾ നമ്മൾ 1 മണിക്കൂറിന് കഴിച്ചിട്ട് 1 മണിക്കൂർ ആകുമ്പോഴേക്ക് നമ്മുടെ വോണ്ട് അതിൻ്റെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കുറക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. വൺസ് ഇറ്റ് റീച്ചസ് ദെയർ ദ ബാക്ടീരിയൽ പോപ്പുലേഷൻ ഗോസ് ഡൗൺ ബൈ, അതായത് മരുന്ന് എഫക്റ്റീവ്ലി അവിടെ എത്തുമ്പോഴേക്കും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ പോപ്പുലേഷൻ കുറയാൻ തുടങ്ങും. ആൻഡ് ഇറ്റ് ഈസ് ഡൗൺ ബൈ dn/dt is equal to -5n². ചോദ്യം, n0/n വേഴ്സസ് ടൈം ആഫ്റ്റർ 1 hour പ്ലോട്ട് എങ്ങനെയിരിക്കും? ഇതാണ് ചോദ്യം. അതായത് നിങ്ങൾക്കൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ നമുക്ക് സംഭവിച്ചു. ആ ബാക്ടീരിയൽ ഇൻഫെക്ഷന്റെ നമ്പർ ഓഫ് ബാക്ടീരിയ ഈസ് റിലേറ്റഡ് ബൈ യൂസിങ് ദിസ് ഇക്വേഷൻ. ഓരോ സമയം കഴിയുമ്പോഴും നമ്പർ ഓഫ് ബാക്ടീരിയ എത്രയാണെന്നുള്ളത് നമുക്ക് ക്ലിയർ ആണ്. 1 മണിക്കൂറിന് ശേഷമാണ് നമ്മുടെ ആന്റിബയോട്ടിക് അവിടെ റീച്ച് ചെയ്യുള്ളൂ. അപ്പോൾ 1 മണിക്കൂർ ആകുമ്പോഴേക്കും കുറെ ബാക്ടീരിയ ഉണ്ടായിട്ടുണ്ടാവും. സി, ലെറ്റ് us say initial bacteria, if t is equal to 1 hour, you know what is n dash? N dash is equal to n0 e raised to 1, which is n0 e. അപ്പൊ നമുക്ക് മനസ്സിലായി 1 മണിക്കൂറിന് ശേഷം ഇത്രയും ബാക്ടീരിയ ഉണ്ട്. ദാറ്റ് ഈസ് വാട്ട് വി ആർ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, 1 മണിക്കൂറിന് ശേഷം നമ്മുടെ കയ്യിലുള്ള ബാക്ടീരിയ n0 e ആണ്. സോ ലെറ്റ് us say 1 മണിക്കൂർ ആകുമ്പോഴേക്ക് അവിടെ നിങ്ങളുടെ ആന്റിബയോട്ടിക് റീച്ച് ചെയ്യുള്ളൂ. അപ്പൊ ആ സമയത്ത് ഇത്രയും ബാക്ടീരിയ ഉണ്ട്. ഇത് നമുക്ക് മനസ്സിലായി. റെഡി? ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി അവിടെ എത്തിയിട്ട് ആക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ആഫ്റ്റർ 1 hour റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. 1 hourന് ശേഷം ആന്റിബയോട്ടിക് അവിടെ എത്തുന്നു. ഇവരുടെ ബാക്ടീരിയൽ പോപ്പുലേഷൻ കുറയും. ആ കുറയുന്നതിന്റെ ഡാറ്റയും നമുക്ക് തന്നിട്ടുണ്ട്. dn/dt is equal to -5n². അപ്പൊ നമുക്ക് പ്ലോട്ട് ചെയ്ത് വേണ്ടത് കൊണ്ട് നമുക്ക് ഇന്റഗ്രേഷൻ ചെയ്യാം. സോ ഐ ഡു dn/n² is equal to -5dt. അപ്പൊ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 1 hourന് ശേഷം നമ്മൾ കൺസിഡർ ചെയ്യുന്ന ടൈം വരെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുക. 1 hourന് ശേഷം അവരുടെ പോപ്പുലേഷൻ ഗ്രോത്ത് കുറയുള്ളൂ. അപ്പൊ പോപ്പുലേഷൻ ഗ്രോത്ത് കുറയുന്നു എന്ന് കാണിക്കുന്ന ഇക്വേഷനിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1 to t നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. സോ ദാറ്റ് ഈസ് 1 to t. നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഇനീഷ്യൽ ആ 1 hourലുള്ള നമ്പർ നമുക്കറിയാം n0 × e ആണ്. ടു സം n ആണെന്ന് വിചാരിക്കാം. ദിസ് ഇസ് ദ ഇന്റഗ്രേഷൻ. സോ ലെറ്റ്സ് ഡു ദ ഇന്റഗ്രേഷൻ. ഇപ്പൊ നിലവിൽ നമ്മുടെ കയ്യിലിരിക്കുന്നത് dn/n² n0 e to n is equal to -5 integral dt 1 to t എന്നാണ്. റെഡി? അപ്പൊ നമുക്കറിയാം ഇന്റഗ്രൽ 1/x² dx എന്ന് പറഞ്ഞ -1/x ആണെന്നുള്ള കാര്യം നമുക്കറിയാം. നമ്മളത് അപ്ലൈ ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് -1/n സ്റ്റാർട്ടിങ് ഫ്രം n0 e to n is equal to -5 into ഇന്റഗ്രൽ ഡി ടി എന്ന് പറഞ്ഞാൽ ടി ആണ്. സ്റ്റാർട്ടിങ് ഫ്രം 1 to t എന്ന് മനസ്സിലായി. റെഡി അല്ലേ? ഇതാണ് നമുക്ക് മനസ്സിലായിരിക്കുന്ന കാര്യം. സോ ദിസ് ഈസ് ഈക്വൽ ടു, നമുക്ക് എന്ത് രണ്ടിലും മൈനസ് വരുന്നുണ്ട്, വേണമെങ്കിൽ നമുക്ക് ആ മൈനസിനെ അങ്ങ് ഒഴിവാക്കി കളയാം. സോ ദാറ്റ് ഫൈനൽ 1/n മൈനസ് ഇനീഷ്യൽ 1/n0 e is equal to 5 into ഫൈനൽ t minus 1 എന്ന് നമുക്ക് എഴുതാം. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ 1/n minus 1/n0 e is equal to 5 into t minus 1 എന്ന ഇക്വേഷനിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. ശരിയല്ലേ? നമ്മുടെ എയിം എന്താ? n0/n വേഴ്സസ് ടൈം. അപ്പൊ n0/n നമുക്ക് കിട്ടണം. ഞാൻ n0 വെച്ച് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ദിസ് ഈസ് n0/n മൈനസ് 1/e, n0 cancelled, is equal to 5 n0 into t minus 1. So you have n0/n is equal to minus 1/e is equal to 5 n0 t minus 5 n0. So n0/n is equal to 5 n0 t minus 1/e അപ്പുറത്ത് പോകുമ്പോഴേക്ക്
പ്ലസ് 1/e ആയിട്ട് മാറുന്നു. ഇനി നിങ്ങൾക്ക് മനസ്സിലാവും സി y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി, കാരണം ഇതൊരു കോൺസ്റ്റന്റ് 5n0 എന്നുള്ളത് അല്ലേ നമ്മുടെ ഇനീഷ്യൽ കോൺസെൻട്രേഷനായി കൺസിഡർ ചെയ്ത ദാറ്റ് ഇസ് എ കോൺസ്റ്റന്റ്, റൈറ്റ്? അപ്പം n0 എന്നുള്ളത് ഒരു കോൺസ്റ്റന്റ് ആണ്. y ഈസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്നുള്ള ഫോർമാറ്റിൽ വന്നു കഴിഞ്ഞാൽ യെസ് ദിസ് ഈസ് ഇൻ ദ ഫോം ഓഫ് എ സ്ട്രേറ്റ് ലൈൻ. സ്ട്രേറ്റ് ലൈൻ ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ n0/n yക്ക് പകരം ഉണ്ട്, ടൈം ഉണ്ടെങ്കിൽ you will get a straight line. That is how the graph looks like. So what is your graph? It should be a straight line. അല്ലേ? അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രാഫ് ഇങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. ക്ലിയർ അല്ലേ? അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. ഹൗ യുവർ ഗ്രാഫ് ഈസ് ഗോയിങ് ടു ലുക്ക് ലൈക്ക് ഈസ് ഇമ്പോർട്ടൻറ്റ്. റെഡി? യെസ് ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം. യുവർ ആൻസർ വിൽ ബി ഹിയർ സി വിച്ച് ഈസ് ആക്ച്വലി ഇൻക്രീസിങ്. n0/n എന്നുള്ളത് കൂടിക്കൊണ്ടേയിരിക്കുന്നു മനസ്സിലാവും. കാരണം സമയം കഴിയുന്നതിനനുസരിച്ച് നമ്മുടെ ബാക്ടീരിയ കുറഞ്ഞു വരിക ചെയ്യുക. സമയം അല്ലേ, സമയം കഴിയുന്നതിനനുസരിച്ചിട്ട് ബാക്ടീരിയയുടെ എണ്ണം കുറഞ്ഞു വരിക ചെയ്യുക. അപ്പോൾ താഴെയുള്ള കുറഞ്ഞു വരിക എന്ന് പറഞ്ഞാൽ n0/n കൂടി വരുന്നു. സോ യെസ് ഒബ്വിയസ്ലി ദാറ്റ് വിൽ ഗിവ് യു എ ലൈൻ. യെസ് അപ്പോൾ സി ആണ് ആൻസർ വരിക. റെഡി? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദ ഗിവൺ പ്ലോട്ട്സ് represent variation of the concentration of reactant. Variation of the concentration of reactant are with two different reactions 1 and 2. ഇത് ആരുടെ ഗ്രാഫ് ആണെന്ന് തിരിച്ചറിയണം. ഫസ്റ്റ് ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇറ്റ് ഈസ് ലോഗ് ആർ വേഴ്സസ് ടി. സോ യു അണ്ടർസ്റ്റാൻഡ് ln_r. നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ? ln_r എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണൽ ടു ടൈം ആണ്, വിച്ച് ഈസ് ആക്ച്വലി ദി ഫസ്റ്റ് ഓർഡർ, റൈറ്റ്? ഫസ്റ്റ് ഓർഡറിന്റെ കേസിലാണ് KT ഈസ് ഈക്വൽ ടു 2.303 ln r0/r1 എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. യെസ് പൃഥ്വി. അടുത്ത രണ്ടാമത്തെ കേസ് നോക്കണം. രണ്ടാമത്തിൽ നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നത് എന്താ? r ഈസ് പ്രൊപ്പോർഷണൽ ടു t എന്നാണ്. ശരിയല്ലേ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം ബേസിക്കലി നിങ്ങൾക്ക് ഇതിൽ ln_r വേഴ്സസ് ടൈം, r വേഴ്സസ് ടൈം ആണ് തന്നിരിക്കുന്നത്, വിച്ച് ആക്ച്വലി ഇൻഡിക്കേറ്റ് യുവർ ഫസ്റ്റ് ആൻഡ് സീറോ ഓർഡർ. അപ്പം ഞാൻ അവിടെ എഴുതി ഇക്വേഷൻ ശരിക്കും ഇങ്ങനെ എഴുതണം. സോ KT ഈസ് ഈക്വൽ ടു ln r0/r. ഹിയർ KT ഈസ് ഈക്വൽ ടു r0 minus RT. This is your first order and this is your zero order. So that's a direct question. അതിൽ പ്രത്യേകിച്ച് സീനൊന്നുമില്ല, ഡയറക്റ്റ് ചോദ്യമാണ്. അടുത്ത ചോദ്യം ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് റേറ്റിലോ കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ്, ശ്രദ്ധിച്ചു നോക്കുക. For the reaction 2A plus B giving C, reaction തന്നിരിക്കുന്നു 2A plus B giving C, the values of initial rate at different reactant concentrations are given in the table. ടേബിളിൽ ഓരോ കോൺസെൻട്രേഷനും തന്നിട്ടുണ്ട്. The rate law for the reaction, rate law ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, നമുക്ക് എളുപ്പത്തിൽ റേറ്റ് ലോ കണ്ടുപിടിക്കാം. എങ്ങനെയാണ് നമ്മൾ എളുപ്പത്തിൽ റേറ്റ് ലോ കണ്ടുപിടിക്കുന്നത്? വളരെ സിമ്പിളാണ്. നിങ്ങൾ നോക്കുക, ഈ പറയുന്ന എക്സ്പെരിമെന്റിൽ A 0.05 0.10 ആയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം A ഡബിൾ ആക്കി. ഡബിൾ എന്ന് പറഞ്ഞാൽ 2⁻1 അല്ലേ, 2 ടൈംസ് ആക്കി. ബിയോ ബി മാറ്റമൊന്നുമില്ല, അപ്പൊ ബി കോൺസ്റ്റന്റ് ആണ്, ബി ഡസൻ ചേഞ്ച്. ബി ഇവിടെ നോക്കേണ്ട കാര്യമില്ല. അപ്പൊ റേറ്റ് എന്ത് സംഭവിച്ചു? 0.045 0.090 ആയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? റേറ്റും ഡബിൾ ആയി എന്ന് പറഞ്ഞാൽ 2 ടൈംസ് ആയി, 2⁻1. അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഈ റേസ് ടു എത്രയാണോ കിട്ടുന്നത് അതാണ് ഓർഡർ. സോ ആർ, നമ്മുടെ കൺക്ലൂഷൻ ഇതാണ്, ആർ ഈസ് പ്രൊപ്പോർഷണൽ ടു A⁻1 എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അതാണ് എളുപ്പ വഴി, അല്ലാതെ വേറെ ഇക്വേഷൻ ഒന്നും നോക്കണ്ട. രണ്ടാമത് അടുത്ത കാര്യം നമ്മൾ എന്താ ചെയ്യാം? അടുത്ത കേസിൽ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കാം. ലെറ്റ്സ് സേ A 0.10 0.20 ആയിട്ട് മാറുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യെസ് A ഡബിൾ ആയി, A ഡബിൾ ആയിട്ടുണ്ട്, അതായത് 2 ടൈംസ് ആയിട്ട് മാറി. ബി എന്താണ് ചെയ്തിരിക്കുന്നത്? ബിയുടെ കേസ് നിങ്ങൾ ഇവിടെ കൺസിഡർ ചെയ്താൽ യെസ് ബിയും ഡബിൾ ആയി, 2⁻1 ആയിട്ട് മാറി. അപ്പൊ റേറ്റ് എത്രയായിട്ട് മാറി എന്നുള്ളത് നിങ്ങൾ നോക്കണം. റേറ്റ് അപ്പൊ എത്രയായിട്ട് മാറി എന്നുള്ളത് നോക്കണം. ഇറ്റ് ഈസ് 0.090
ടു 0.72 ആണ്. അപ്പൊ റേറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 72/9 ചെയ്ത 8. റേറ്റ് 8 ടൈംസ് ആ മാറിയത്. 8 ടൈംസിനെ എയും ബിയും 2 ടൈംസ് ആക്കിയല്ലേ മാറ്റുന്നത്. അപ്പൊ അതിനെ 2ന്റെ പവർ ആക്കി എഴുതടാ. ദാറ്റ് ഈസ് 2⁻3. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ദിസ് ഈസ് ഹൗ യു ക്യാൻ ഫൈൻഡ് ഓർഡർ ഈസിലി ഫ്രം ദി ഗിവൺ ഡാറ്റ. അപ്പൊ പറഞ്ഞു വരുന്ന കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. എ 3 ടൈംസ് ആണെങ്കിൽ റേറ്റിനെ 3ന്റെ പവർ ആക്കി എഴുതണം. എ 2 ടൈംസ് ആണെങ്കിൽ റേറ്റിനെ 2ന്റെ പവർ ആക്കി എഴുതണം. ഇവിടെ എയും ബിയും 2 ടേംസ് ആയതുകൊണ്ട് റേറ്റിന് 2ന്റെ പവർ ആക്കി എഴുതി. സോ യു അണ്ടർസ്റ്റാൻഡ് 2⁻3. അപ്പൊ ടോട്ടൽ ഓർഡർ എന്ന് പറയുന്നത് 3rd ഓർഡർ ആണ് എന്ന് മനസ്സിലായിട്ടുണ്ട്. ഓൾറെഡി നിങ്ങളുടെ എയുമായിട്ട് ഫസ്റ്റ് ഓർഡർ ആണ്. അപ്പൊ ബിയുമായിട്ട് 2nd ഓർഡർ ആയിരിക്കണം എന്നുള്ളതാണ് ഐഡിയ. എന്നാലേ ടോട്ടൽ 3rd ഓർഡർ ആവുള്ളൂ. സോ ഇറ്റ് ഷുഡ് ബി r is equal to k. a⁻1 ആണെങ്കിൽ b² എന്നായിരിക്കണം. വേർ യു ആർ ഗെറ്റിംഗ് ഓപ്ഷൻ എ. പറഞ്ഞ മനസ്സിലായോ ശ്രീലാൽ? എങ്ങനെയാണ് ഇത് എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് ക്ലിയർ അല്ലേ? റെഡി സംശയമൊന്നുമില്ല. ഓക്കെ, വെരി ഗുഡ്. റെഡി. അടുത്തൊരു ചോദ്യം. കീമും ജെഇ ഓൾമോസ്റ്റ് ഒരേ സമയത്ത്. കീം പോസ്റ്റ്പോൺ ചെയ്യാനുള്ള യെസ്, ഓൾവേസ് ഒബ്വിയസ്ലി ദർ ഇസ് എ ചാൻസ്. രണ്ടും ഒരേ ദിവസമാണെങ്കിൽ ഒരേ ദിവസം നടക്കില്ല. അതിന്റെ അപ്ഡേഷൻ വരും, നമുക്ക് നോക്കാം. ഓക്കെ, റെഡി. സഫാന, ഫോർ എ റിയാക്ഷൻ സ്കീം എ ഗിവിംഗ് ബി ടു സി. ശ്രദ്ധിക്കണേ, ഇത് ബേസിക്കലി എ ടു ബി ടു സി എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ ഒരു സീരീസ് റിയാക്ഷൻ ആണ്. ലിസൺ, ഇറ്റ് ഈസ് യുവർ സീരീസ് റിയാക്ഷൻസ്. സീരീസ് റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എ ബി ആകുന്നു. അപ്പൊ പാരലൽ ആയിട്ട് ഇത് സൈഡ് ആയിട്ട് പോകുന്ന പോലെ ബി സി ആയിട്ട് മാറുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ലെറ്റ് us say rate of disappearance of A minus dA/dt is equal to, ഇത് K1 ആണെന്ന് വിചാരിക്കുക. സോ ദാറ്റ് ഈസ് K1 into A അല്ലേ? എ ബി ആയിട്ടാണ് മാറുന്നത്. അപ്പൊ ആ ഒരു ഇക്വേഷനെ മാത്രം നിങ്ങൾ നോക്കിയാൽ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് K1 into A എന്ന് നമുക്ക് എഴുതാം. റെഡി അല്ലേ? യെസ്. ആൻഡ് സിമിലർലി ഇഫ് യു കൺസിഡർ സി, റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് സി ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ വിച്ച് ഈസ് ആക്ച്വലി ഈക്വൽ ടു K2 into B എന്ന് കിട്ടും. ശരിയല്ലേ? കാരണം ഇതാണ് നിങ്ങളുടെ ഇക്വേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾക്കറിയാം റേറ്റ് ലോ എന്ന് പറഞ്ഞാൽ K1 into റിയാക്ടന്റ് ആണ്. ദിസ് ഈസ് K2 into റിയാക്ടന്റ്. യു ആർ ഗെറ്റിംഗ് K2 into B. റെഡി അല്ലേ? ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. അപ്പം ചോദ്യം ശ്രദ്ധിക്കണേ, എത്രയായിരിക്കും ബി എഫക്റ്റീവ്ലി ബാക്കി ഉണ്ടാവുക? വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ബി പെൻഡിങ്, അല്ലെങ്കിൽ എഫക്റ്റീവ്ലി ബാക്കിയാവുന്നത് എത്രയായിരിക്കും എന്നുള്ളത് dB/dt എന്ന് ചോദിച്ചാൽ, എത്ര ബി ബാക്കിയുണ്ട് എന്ന് ചോദിച്ചാൽ സത്യത്തിൽ അതിന്റെ അർത്ഥം എന്താ? എത്രയാണോ ബി ഉണ്ടായത് അതിന് എത്രയാണോ ബി റിയാക്ട് ചെയ്തത് അതിനെ മൈനസ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് റിയാക്ഷന്റെയും റേറ്റുകളെ നിങ്ങൾ മൈനസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഇക്വേഷൻ എഴുതേണ്ടത് ഇറ്റ് ഈസ് K1A minus K2A എന്നായിരിക്കും. ശരിയല്ലേ? ഇറ്റ് ഈസ് K1A minus K2A minus K2B എന്നാണ് ഞാൻ എഴുതേണ്ടത്. കാരണം ഞാൻ 2 റിയാക്ഷൻ ആയിട്ട് ഇത് അസ്യൂം ചെയ്യാണ്. അപ്പോൾ ബി എത്ര എഫക്റ്റീവായിട്ട് ഫോം ചെയ്തു എന്ന് ചോദിച്ചാൽ എയിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന ബി മൈനസ് എത്ര ബി ആണ് സി ആയിട്ട് മാറിയത്, അത് രണ്ടും നമ്മൾ നോക്കണം. അതിനാണ് ഡിസപ്പിയറൻസ് ഓഫ് എയും ഇതും നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്, അപ്പിയറൻസ് ഓഫ് സിയും നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നിലവില് ഫൈനലി നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഡിസപ്പിയറൻസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എഫക്റ്റീവായിട്ട് ബാക്കിയായിരിക്കുന്ന dB/dt പ്ലസ് ഫോം ചെയ്തിരിക്കുന്ന dC/dt. ബിയും സിയും എത്രയുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, എ എത്ര ഡിസപ്പിയർ ചെയ്തു എന്ന് പറയാം. ശരിയല്ലേ? അപ്പൊ ഇതാണ് സീരീസ് ഓഫ് റിയാക്ഷനിൽ കൺസിഡർ ചെയ്യേണ്ടത്. ഇപ്പൊ നിങ്ങൾ ഇവരെ ആലോചിച്ചു കഴിഞ്ഞാൽ, ഈ സീരീസ് ഓഫ് റിയാക്ഷൻസ് ആലോചിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം എ എന്ന് പറയുന്നത് കുറഞ്ഞുകൊണ്ടേയിരിക്കും, ബിയും സിയും കൂടിക്കൊണ്ടിരിക്കുക ചെയ്യുക. അപ്പൊ നിങ്ങളതില് ഇപ്പൊ ബി ആണ് കൂടുതലുള്ളതെങ്കിൽ ദിസ് ഈസ് യുവർ ബി കൂടിയിട്ട് കുറയും. സിമിലർലി നിങ്ങൾക്ക് ഒരു സിയും ഉണ്ടാവും. ഇങ്ങനെ ഇതാണ് സീരീസ് റിയാക്ഷൻ. എ തന്നെ ഇങ്ങനെ ആയി മാറുന്നതാണ് സീരീസ് റിയാക്ഷൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. റെഡിയല്ലേ? സീരീസ് റിയാക്ഷൻ കൺഫ്യൂഷൻ ഒന്നുമില്ല, ഈസിയാണ്. ഇടയിൽ വരുന്നയാളെ കാണാൻ അത്ര വരെ ഉണ്ടായത് മൈനസ്
കൊടുത്തത് ചെയ്താൽ മതി. Okay, so this is your question. For the reaction scheme A giving B giving C, if the rate of formation of B is said to be 0, then the concentration of B is given by. എങ്ങനെയാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ how will you find dB by dt? അതെങ്ങനെയാ കണ്ടുപിടിക്കുക? എത്ര ബി ഉണ്ടായി, സോ വിച്ച് ഈസ് K1 into A മൈനസ് എത്ര ബി നഷ്ടപ്പെട്ടു, K2 into B. ശരിയല്ലേ? ഇതില് formation of B is said to be 0. ഇത് 0 ആണെന്ന് പറഞ്ഞു. സോ 0 is equal to K1A minus K2B ആണ്. അങ്ങനെയാണെങ്കിൽ K1A is equal to K2B ആണെന്ന് പറയാം. അഥവാ എന്താ കണ്ടുപിടിക്കേണ്ടത്? കോൺസെൻട്രേഷൻ ഓഫ് ബി ആണ് കണ്ടുപിടിക്കേണ്ടത്, വിച്ച് ഈസ് K1 by K2 into A എന്ന് നമുക്ക് കിട്ടും. സോ ദാറ്റ് ഈസ് യുവർ ഓപ്ഷൻ ഡി. ക്ലിയർ അല്ലേ? ഓപ്ഷൻ ഡി ആണ് നമുക്ക് കിട്ടുക. യെസ് യെസ്, റെഡി അല്ലേ? ക്ലിയർ ആയില്ലേ? മനസ്സിലായില്ലേ? ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. ഫോർ എൻ എലിമെന്ററി കെമിക്കൽ റിയാക്ഷൻ A2 ഗിവിംഗ് 2A, ഫോർവേഡ് റിയാക്ഷൻ K1 ഉം ബാക്ക്വേർഡിനെ K-1 എന്ന് നമ്മൾ പറഞ്ഞു. ദി എക്സ്പ്രഷൻ ഫോർ DA by dt ഈസ്, DA by dt യുടെ എക്സ്പ്രഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നിലവിൽ നമുക്ക് മനസ്സിലാവും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷനെ, ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ. ഓക്കെ, എന്നിട്ട് ഈ ഇക്വേഷനെ നിങ്ങൾ എന്ത് ചെയ്യണം? യെസ്, എത്രയാണ് A2? ഡിസപ്പിയറൻസ് ഓഫ് A2 ആലോചിച്ച് നോക്കുക. മൈനസ് ഡി ബൈ ഡി ടി ഓഫ് A2 ആണ് നമ്മൾ ചെയ്യുന്നത്. മൈനസ് ഡി ബൈ ഡി ടി ഓഫ് A2, ഡിസപ്പിയറൻസ് ഓഫ് A2 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു, എങ്ങനെ എഴുതാം? ഡിസപ്പിയറൻസ് ഓഫ് A2 ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം എത്രയാണോ അല്ലേ A2 റിയാക്ട് ചെയ്തു പോയത്, ഇത് എത്ര തിരിച്ചു കിട്ടി? ഇത് രണ്ടിന്റെയും സമ്മ് നമുക്ക് നിർബന്ധമാണ്. മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? A2 എത്രയാണ് ഡിസപ്പിയർ ചെയ്യുന്നത്? അങ്ങനെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും എന്ത് ചെയ്യണം? K1 into A2 അല്ലേ, ഫോർവേഡ് റിയാക്ഷൻ എത്ര നടന്നു, ബാക്ക്വേർഡ് റിയാക്ഷൻ എത്ര നടന്നു എന്നുള്ളതിന്റെ കണക്ക് ഉണ്ടാവണം. കാരണം ഫോർവേഡ് റിയാക്ഷൻ നടക്കുന്നതിനനുസരിച്ചിട്ട് A2 കുറഞ്ഞു വരും, ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുന്നതിനനുസരിച്ച് A2 കൂടി വരും. ശരിയല്ലേ? അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം. അപ്പൊ ഞാൻ ഇതിനെ DA, യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് K1 into A2 മൈനസ് K-1 into A സ്ക്വയർ എന്നല്ലേ എഴുതുക. ക്ലിയർ ആണോ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇൻഡിവിജ്വൽ ഇക്വേഷൻ ആയിട്ട് എഴുതുക. A2 ഗിവിംഗ് 2A, ഇത് K1 ആണ്. അപ്പൊ ആ സമയത്തുള്ള റേറ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ K1 into A2 എന്നല്ലേ എഴുതേണ്ടത്. ബാക്ക്വേർഡ് ഇക്വേഷൻ ആലോചിച്ച് നോക്കുക. 2A ഗിവിംഗ് A2, ഇത് K-1 ആണ്. അപ്പൊ ആ സമയത്തുള്ള റേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ K-1 into A സ്ക്വയർ എന്ന് എഴുതണ്ടേ, കാരണം 2A ഇല്ലേ. അപ്പൊ ഇത് രണ്ടും നിങ്ങൾ മൈനസ് ചെയ്യേണ്ടതല്ലേ? മനസ്സിലാവുന്നുണ്ടോ? സോ ഇറ്റ് ഷുഡ് ബി, ഡിസപ്പിയറൻസ് ഓഫ് A2 എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇറ്റ് ഈസ് അപ്പിയറൻസ് ഓഫ് A. കാരണം എത്രയാണോ A2 ഡിസപ്പിയർ ചെയ്യുന്നത് അതിനനുസരിച്ച് A അപ്പിയർ ചെയ്യും. അതെങ്ങനെയാ കണ്ടുപിടിക്കുക? റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ മൈനസ് റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ്. ഫോർവേഡ് എത്രയുണ്ടോ മൈനസ് ബാക്ക്വേർഡ് ആണ്. അതാണ് ഞാൻ എഴുതിയത് K1 A2 മൈനസ് K-1 A സ്ക്വയർ അല്ലേ. പക്ഷെ ഇവിടെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എപ്പോഴും ഇത് എഴുതുമ്പോൾ 1/2 ചെയ്യേണ്ടതില്ലേ? കാരണം റേറ്റുകളെ നമ്മൾ പറയുമ്പോൾ 1/2 എന്ന് ചെയ്യേണ്ടതുണ്ട്. അപ്പം ശ്രീലാലെ എന്താ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? മൈനസ് DA2 by dt is equal to 1/2 DA by dt is equal to K1 A2 minus K-1 A square. So DA by dt is equal to 2K1 A2 minus 2K-1 A square. You are getting this. So you get option D actually. പറഞ്ഞത് ക്ലിയർ ആണോ? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ? യു ആർ റൈറ്റിംഗ് മൈനസ് ഡി ബൈ ഡി ടി ഓഫ് A2 is equal to 1/2 d by dt of A. Therefore d by dt of A is equal to 2K1 A2 minus 2K-1 A square. പറഞ്ഞത് ക്ലിയർ ആണോ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഒന്നുകൂടി നോക്കുക. ഇത് ഇക്വിലിബ്രിയം റിയാക്ഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നോ പ്രോബ്ലം, കുഴപ്പമൊന്നുമില്ല ശ്രീലാലെ, അത് ഉഷാറായിട്ട് നോക്കടാ. ഇത് ഇക്വിലിബ്രിയം റിയാക്ഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫോർവേഡ് ബാക്ക്വേർഡിനെ നമ്മൾ നോക്കിയിട്ടേ നമുക്ക് ഇതിൽ എത്രമാത്രം A ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. തന്ന ഇക്വേഷനിൽ നിങ്ങൾ റേറ്റ് എഴുതുമ്പോൾ നമുക്കറിയില്ലേ കോഎഫിഷ്യന്റ് വെച്ച് ഡിവൈഡ് ചെയ്യണ്ടേ?
അപ്പൊ എഫക്റ്റീവ് റേറ്റ് പറയുമ്പോൾ 1/2 dA/dt എന്ന് എഴുതണ്ടേ? ക്ലിയർ ആണ്? റെഡി. ഓക്കെ, അടുത്തൊരു ചോദ്യം ഇതാണ്. ദ റിയാക്ഷൻ ഓഫ് ഓസോൺ വിത്ത് ഓക്സിജൻ ആറ്റംസ് ഇൻ പ്രസൻസ് ഓഫ് ക്ലോറിൻ ആറ്റം ക്യാൻ ഒക്കർ ബൈ 2 steps. ഇത് നമ്മൾ കണ്ടിരിക്കുന്നതാ. എവിടെ? എൻവയോൺമെന്റൽ കെമിസ്ട്രിയിൽ ഓസോൺ ഡിപ്ലീഷനിൽ കണ്ടിട്ടുണ്ട്. O3 ക്ലോറിൻ റാഡിക്കളും കൂടി ഓക്സിജനും ക്ലോറിൻ മോണോക്സൈഡ് റാഡിക്കളും ഉണ്ടാവുന്നു. ക്ലോറിൻ മോണോക്സൈഡ് റാഡിക്കളും ഓക്സിജൻ റാഡിക്കളും കൂടി O2+ ക്ലോറിൻ റാഡിക്കൽ ഉണ്ടാവുന്നു. രണ്ട് ഇക്വേഷനും അവരുടെ റേറ്റ് കോൺസ്റ്റന്റും തന്നിരിക്കുന്നു. ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദി ക്ലോസസ്റ്റ് റേറ്റ് കോൺസ്റ്റന്റ് ഫോർ ദി ഓവറോൾ റിയാക്ഷൻ? O3 + O റാഡിക്കൽ ഗിവിംഗ് O2. ഇതിനുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലേ? അപ്പൊ ഇത് നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത്? ഇത് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ പറയാ? രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്യാം. ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ബോധ്യമാവും. എന്താത്? ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും ആഡ് ചെയ്യുമ്പോൾ ആണ് മൂന്നാമത്തെ ഇക്വേഷൻ കിട്ടുന്നത്. മൂന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് രണ്ട് ഇക്വേഷൻ ആഡ് ചെയ്യല. അപ്പൊ അതിന്റെ റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? റേറ്റ് കോൺസ്റ്റന്റ്സ് ആർ മൾട്ടിപ്ലൈഡ്, ഈസി. So this is 5.2 into 10 raised to 9 into 2.6 into 10 raised to 10. അപ്പോൾ which is equal to 10 raised to 19 എന്ന് വരും. നിങ്ങൾക്ക് വരുന്നത് 5.2 into 5.2 into 2.6 എന്നൊരു സാധനം നിങ്ങൾക്ക് വരുന്നുണ്ട്. 5.2 into 2.6 ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം അതെന്തായാലും നിങ്ങൾക്ക് വരുന്നത് എത്രയായിരിക്കും? 5 5 10 ആണ്. 10 വരുന്നുണ്ട്. സോ ഹിയർ 10 എന്നുള്ള ഒരു ഓപ്ഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് 14 എന്ന് എഴുതാം. ബിക്കോസ് ദിസ് ഈസ് 14, 1.4 എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണുന്നുണ്ട്. സോ ലുക്ക് ഇൻ ടു ദ ഓപ്ഷൻ കെയർഫുള്ളി ആൻഡ് ഡു ദ റിമൈനിങ് കാൽക്കുലേഷൻ. അല്ലാതെ എല്ലാ കാൽക്കുലേഷനും ഇരുന്ന് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. യു ക്യാൻ ഗോ ഫോർ ദിസ് ഡയറക്ട്ലി ഫ്രം ദി ഓപ്ഷൻ. അപ്പൊ ഇത് 5 into 2.6 എന്നുള്ളത് 14 ആണെന്ന് എഴുതാം, വിച്ച് ഈസ് 1.4 into 10 raised to 20. യു ഗെറ്റ് ഓപ്ഷൻ എ, വിച്ച് ഈസ് വെരി ഈസി. ഈസിയാണ് ഈ ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണേ. അപ്പൊ ഇവിടെ ആകെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണ്? K3 is equal to K1 into K2. ഇത് മാത്രമാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. റെഡി അല്ലേ? യെസ്. നെക്സ്റ്റ് അടുത്ത ചോദ്യം നോക്കുക. The rate law for the reaction below is given by the expression K into A into B. Rate is given by the expression K into A raised to 1. B raised to 1. ഇതാണ് നിങ്ങളുടെ കയ്യിലുള്ള ഇക്വേഷൻ. അതിന്റെ റേറ്റിലോ തന്നു. ചോദ്യം, if the concentration of B is increased from 0.1 to 0.3 mol, 0.1 എന്ന് 0.3 ആക്കി എന്ന് പറഞ്ഞ B 3 times കൂട്ടിയപ്പോൾ keeping the value A at 0.1 mol, A 0.1 mol എന്ന് മാറ്റമില്ല എന്ന് പറഞ്ഞ A കോൺസ്റ്റന്റ് ആണ്. Then the rate constant will be, പറയൂ, rate constant എത്രയായിരിക്കും എന്ന് പറ. റേറ്റ് എത്രയായിരിക്കും ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം, റേറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു B raised to 1. B 3 times ആകുമ്പോൾ റേറ്റും 3 raised to 1, 3 times ആയിട്ട് റേറ്റ് മാറും. പക്ഷേ ഇവിടെ ചോദ്യം റേറ്റ് അല്ലല്ലോ, റേറ്റ് കോൺസ്റ്റന്റ് അല്ലേ. ബട്ട് K ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് കോൺസെൻട്രേഷൻ. It depends only on the temperature, right? K is independent of concentration, so your final answer will be D itself. അപ്പോൾ ആൻസർ വരുന്നത് D ആണ്. അത് റേറ്റ് ആയിരുന്നെങ്കിൽ 3 times ആയെന്നെ, പക്ഷെ റേറ്റ് കോൺസ്റ്റന്റ് മാറുന്നില്ല. ക്ലിയർ അല്ലേ? അപ്പോൾ റേറ്റ് കോൺസ്റ്റന്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് കോൺസെൻട്രേഷൻ ഈസ് യുവർ പോയിന്റ്. നെക്സ്റ്റ്, A plus 2B giving C. നോക്കിയേ, A plus 2B giving C. അതാണ് നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ. The rate equation for this reaction is given as R is equal to K A B. If the concentration of A is kept constant but that of B is doubled, what will happen to rate? Rate in എന്ത് സംഭവിക്കും? റേറ്റ് കോൺസ്റ്റന്റ് മാറൂല. റേറ്റിന് എന്ത് സംഭവിക്കും? നമുക്കറിയാം R is proportional to B raised to 1. ഫസ്റ്റ് ഓർഡർ ആണ്. അപ്പോൾ B 2 times ആകുമ്പോൾ റേറ്റ് 2 raised to 1 ആകും എന്ന് പറഞ്ഞ റേറ്റും ഡബിൾ ആയി. ഫസ്റ്റ് ഓർഡർ അല്ലേ? സോ റേറ്റ് ഈസ് ഓൾസോ ഡബിൾഡ്. റേറ്റ് ഡബിൾ ആയി എന്ന് പറയാം, അതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. മനസ്സിലായോ? ശ്രീലാലിന് പറഞ്ഞത് മനസ്സിലായില്ലേ? റെഡി. അടുത്ത ചോദ്യം, ഡൗട്ട് ഇല്ലല്ലോ? ഈ പറഞ്ഞിരിക്കുന്നതിൽ സിമ്പിൾ ആണ്.
റേറ്റ് കോൺസ്റ്റന്റ് തന്നു. അപ്പോൾ എ ഡബിൾ ആക്കിയ റേറ്റ് ഡബിൾ ആകും, ബി ഡബിൾ ആക്കിയ റേറ്റ് ഡബിൾ ആകും, എ ഒന്നും ചെയ്യാണ്ട് ബി മാത്രം ഡബിൾ ആക്കി, അപ്പോൾ റേറ്റ് ഡബിൾ ആയി. നെക്സ്റ്റ്, for the non-stoichiometric reaction 2A plus B giving C plus D, the following kinetic data were obtained in 3 separate experiments, all at 298 Kelvin. തന്നിട്ടുണ്ട് നിങ്ങളോട് the rate law for the formation of C ആണ് ചോദിച്ചിരിക്കുന്നത്. ഫോർമേഷൻ ഓഫ് C എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇക്വേഷൻ മനസ്സിലായിട്ടുണ്ട്. ദാറ്റ് ഈസ് യുവർ റേറ്റ് ഇറ്റ് സെൽഫ്. അപ്പോൾ റേറ്റിനുള്ള റേറ്റിലോ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനാണ് ചോദ്യം. നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 0. നിങ്ങൾക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യാം. സി ആദ്യത്തെ 2 എക്സ്പെരിമെന്റ്സ് എടുത്തു. എയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല. എ അവിടെ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇനി എ നോക്കേണ്ട കാര്യമില്ല. ബി 0.1 മോളാർ 0.2 മോളാർ ആയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബി ഡബിൾ ആക്കി, ബി 2 ടൈംസ് ആക്കി മാറ്റി എന്നാണ്. റേറ്റ് നോക്കുമ്പോൾ മനസ്സിലായി 1.2 × 10⁻³ മാറിയില്ല. അപ്പൊ റേറ്റ് നോ ചേഞ്ച്. റേറ്റ് മാറുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ കൺക്ലൂഷൻ എന്താ? ബിയുമായിട്ട് 0 ഡിപ്പെൻഡൻസ്, യാതൊരു ബന്ധവുമില്ല. സോ ദിസ് ഈസ് യുവർ ഫസ്റ്റ് കൺക്ലൂഷൻ. ഇനി അടുത്ത ആൾ ചെക്ക് ചെയ്യുക. അടുത്ത ആൾ ചെക്ക് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? എ ഓക്കെ, ഞാൻ എടുക്കാൻ പോകുന്നത് ബി എങ്ങനെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. 1 സി എടുക്കാം. ബി മാറുന്നില്ല, ബി കോൺസ്റ്റന്റ് ആണ്. എ 0.1 0.2 ആക്കിയപ്പോൾ എ ഡബിൾ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ 2 ടൈംസ് എ ആയിട്ടുണ്ട്. അപ്പോൾ റേറ്റ് സംഭവിച്ചിരിക്കുന്നത് 1.2 × 10⁻³ 2.4 × 10⁻³ ആയിട്ട് മാറുന്നു, ഡബിൾ ആവുന്നു. റേറ്റ് ഡബിൾ ആയി എന്ന് പറഞ്ഞാൽ 2⁻1 ടൈംസ് ആയി എന്ന് അർത്ഥം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഫസ്റ്റ് ഓർഡർ ആണ്. So what is your answer? Your answer will be KA⁻1 എന്ന് വരുന്ന ആൻസർ ആയിരിക്കണം. Because R is equal to KA⁻1 is your answer. Ready അല്ലേ? Easy, right? Next. In the reaction of formation of sulfur trioxide by contact process 2SO2 plus O2 giving 2SO3, the rate of reaction was measured as d by dt of O2 is equal to -2.5 × 10⁻⁻⁴ mole per liter per second. The rate of reaction in terms of SO2 in mole per liter per second. യൂണിറ്റുകളിൽ മാറ്റമൊന്നുമില്ല, മോളിലാണ്. അപ്പോൾ പ്രശ്നമൊന്നുമില്ല, ഡയറക്റ്റ് റിലേഷൻ എടുക്കാം. d by dt of O2 തന്നിരിക്കുന്നു, d by dt of SO2 കണ്ടുപിടിക്കണം. What is your relation? So you know that -1/2 d by dt of SO2 is equal to minus ഓക്സിജന്റെ ടേമിൽ d by dt of O2 ആണ്. So what is d by dt of SO2 is equal to 2 times minus d by dt of O2, which is 2 times -2.5 × 10⁻⁻⁴. So which is -5 × 10⁻⁴ mole per liter per second. അങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നത് ഏതാ? ഓപ്ഷൻ ഡി ആണ്. യു ഗെറ്റ് ഓപ്ഷൻ ഡി. എ അല്ലല്ലോ, ഓപ്ഷൻ ഡി അല്ലേ കിട്ടുക, പകുതി അല്ലല്ലോ. അവിടെ എന്താ പറ്റിപ്പോയെന്ന് അറിഞ്ഞോ ശ്രീലാലെ? ഒറ്റയടിക്ക് കണ്ടെഴുതുമ്പോഴുള്ള പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. SO2/2 വരിക. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അത്രയേ ഉള്ളൂ. ഇങ്ങനെ ആലോചിച്ചാൽ മതി. അതായത് -d by dt of SO2/2 വരിക, വരിക കേട്ടോ. യെസ് ഈസ് ഈക്വൽ ടു -d by dt of O2. റെഡി. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഫോർ ദ റിയാക്ഷൻ 2N2O5 giving 4NO2 plus O2, the rate of equation can be expressed in 2 ways. -d by dt of N2O5 is equal to K × N2O5⁻1 and d by dt of NO2 is equal to K dash × N2O5. What is the relation between K and K dash? അതാണ് ചോദ്യം. കെയും കെ ഡാഷും തമ്മിലുള്ള റിലേഷൻ ആണ് ചോദ്യം. ഒരാൾ തന്നിരിക്കുന്നത് N2O5ന്റെ ഡിസപ്പിയറൻസും മറ്റേയാൾ NO2ന്റെ അപ്പിയറൻസും ആണ്. അപ്പോൾ ഇക്വേഷൻ പ്രകാരം നിങ്ങൾക്ക് എഴുതാം -1/2 d by dt of N2O5 is equal to +1/4 d by dt of NO2. അല്ലേ? കോഎഫിഷ്യന്റുകൾ ബൈ ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും
it is minus, it is 1 by 2 into minus d by dt of N2O5 ന് പകരം k into N2O5 എന്ന് കൊടുക്കാം is equal to 1 by 4 d by dt of NO2 ന് പകരം k dash into N2O5 എന്ന് കൊടുക്കാം. ഇനി ചെയ്തേ, N2O5 ക്യാൻസൽ ആയി, 2 ഇവിടെ 2 ആണ്. So you understand k is equal to k dash by 2. This is the relation, or k 2k is equal to k dash. 2k is equal to k dash is your second option. You get option D. It's very easy. Next, for the reaction 3a plus 2b giving c plus d, the differential rate law can be expressed as, it's very simple, 3 should comes down, so it should be minus 1 by 3 plus minus എന്ന് വേണം നിർബന്ധമായിട്ടും, കാരണം it should be minus 1 by 3 dA by dt is equal to plus dc by dt is equal to k a raised to n into b raised to m, or minus dA by dt is equal to, ഇവിടെ ഒരു പ്രശ്നം 1 by 3 കൊടുക്കാനുണ്ട്. Okay, so your final answer will be option D, right? Minus 1 by 3 dA by dt is equal to dc by dt is equal to k a raised to n b raised to m. ബാക്കിയുള്ള എൻ്റെ പ്രശ്നം എന്താ? സൈനില്ല പ്രശ്നം. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ മൈനസ് സൈനല്ലേ വേണ്ടത്, പ്ലസ് അല്ലല്ലോ. ഇവിടെ പ്ലസ് സൈനല്ലേ വേണ്ടത്, മൈനസ് അല്ലല്ലോ. ആ വ്യത്യാസമാണ് അതിലുള്ളൂ, ബാക്കിയെല്ലാം എളുപ്പം. നെക്സ്റ്റ്, അടുത്തത് ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് യുവർ ആൻസർ? The instantaneous rate of disappearance of MnO2 minus ion. The instantaneous rate of disappearance of MnO4 എന്ന് പറഞ്ഞാൽ ഡിസപ്പിയറൻസ് മൈനസ് ഡി ബൈ ഡി ടി ഓഫ് MnO4 ആണ് തന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് ഗിവൺ. It is given. ചോദ്യം what is appearance of I2? അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? അയോഡിനും MnO4 മൈനസിൻ്റെയും റിലേഷൻ എടുക്കുക. മൈനസ് ഡി ബൈ ഡി ടി ഓഫ് MnO4 മൈനസ്, അപ്പോൾ 1 by 2 ആവശ്യമുണ്ട്, is equal to 1 by 5 d by dt of iodine. ചോദ്യം d by dt of iodine കണ്ടുപിടിക്കാനാണ്, which is equal to 5 by 2 into minus d by dt of MnO4 minus. So this is equal to 5 by 2 into 4.56 into 10 raised to minus 3. Answer കിട്ടിയോ? നോക്കിയേ, ഇതിനെ ഞാൻ let us say 4.56 എന്ന് പറയുന്നത് 5 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ING 25 ആണ്, 25 by 2 into 10 raised to minus 3 ആണ്, which is actually 12 into 10 raised to minus 3 അഥവാ 1.2 into 10 raised to minus 2. അപ്പോൾ ഇതിൽ ഏറ്റവും ക്ലോസ് ആയിരിക്കുന്ന വാല്യൂ ഓപ്ഷൻ ബി ആണ്. ബി, യു ആർ ഗെറ്റിംഗ് ഓപ്ഷൻ ബി. ഡൗട്ട് ഇല്ലല്ലോ? അടുത്ത ചോദ്യം, റിയാക്ഷൻ റേറ്റ് ബിറ്റ്വീൻ ടു സബ്സ്റ്റൻസ് എ ആൻഡ് ബി ഈസ് എക്സ്പ്രസ്ഡ് ആസ് ഫോളോയിങ്. ഒരാളുടെ റിയാക്ഷൻ റേറ്റ് എയും ബിയും താഴെ കൊടുത്തിരിക്കുന്ന പോലെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. റേറ്റ് ഈസ് ഈക്വൽ ടു കെ എ റേസ് ടു എൻ ബി റേസ് ടു എം. ഇഫ് ദി കോൺസെൻട്രേഷൻ ഓഫ് എ ഈസ് ഡബിൾഡ്, എ ഡബിൾ ചെയ്തു, എ 2 times ആക്കി, and the concentration of B is made, okay, A is doubled and B is made half of the concentration, what is the rate? Rate is equal to K into A raised to N B raised to M. So this is K 2 raised to N by 2 raised to M, which is 2 raised to N minus M. ശരിയല്ലേ? ഇതൊരു ഡയറക്റ്റ് ചോദ്യമാണ്. You will easily get the answer as 2 raised to N minus M. This is the answer you are getting. Doubt ഇല്ലല്ലോ? റെഡി. അപ്പൊ 2 raised to n minus m ടൈംസ് ആയിട്ട് മാറാം, ഒബ്വിയസ്ലി അല്ലേ? റെഡി. അടുത്തൊരു ചോദ്യം, കൺസിഡർ ദ റിയാക്ഷൻ Cl2 plus H2S giving S plus H plus plus 2Cl minus. The rate of the equation for the reaction is given as R is equal to K Cl2 raised to 1 H2S raised to 1. Which of the following mechanism is? മുന്നത്തെ ക്വസ്റ്റ്യനിൽ ഡി അല്ലേ വരുന്നേ? മുന്നത്തെ ചോദ്യത്തിൽ ഡി ആണോ വരുന്നത്? അല്ലല്ലോ. 25/1 ഇല്ല, ബി ആണ് വരിക. 5 by 2 ആണോ ചെയ്തതെന്ന് ഉറപ്പ് വരുത്തണേ ശ്രീലാൽ. 5 by 2 ആണോ ചെയ്തെന്നോ? 2 by 5 അല്ലല്ലോ ചെയ്തത്. 5 by 2 ചെയ്തു എന്ന് ഉറപ്പ് വരുത്തണം. 2 by 5 ചെയ്യുമ്പോഴായിരിക്കും ഡി കിട്ടുന്നത് അല്ലേ? അങ്ങനെയാണെന്ന് തോന്നുന്നു. സോ യുവർ ആൻസർ ഹിയർ വിൽ ബി ഡി ഇറ്റ്സെൽഫ്. ഓക്കെ, വിൽ യു ചെക്ക് ഇറ്റ്? റെഡി. അടുത്ത ചോദ്യം ഇതിന്റെ മെക്കാനിസം പറയാനാണ്. അപ്പൊ 2 മെക്കാനിസം ആണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓപ്ഷൻ കണ്ടറിയാം, ബി ഓൺലി, ബോത്ത് എ ആൻഡ് ബി, നൈദർ എ ബി, എ ഓൺലി. ഇതാണ് തന്നിരിക്കുന്നത്.
ഒന്നാമത്തെ മെക്കാനിസം നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യം, ഫസ്റ്റ് മെക്കാനിസം നോക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യം ഇതാണ്. Cl2 plus H2S giving H plus plus Cl minus plus H plus. ഇത് സ്ലോ ആണ്. സ്ലോവസ്റ്റ് സ്റ്റെപ്പിനെ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് ആയിട്ട് എടുത്താൽ R is equal to K into Cl2 raised to 1 H2S raised to 1. That works. എലിമെന്ററി സ്റ്റെപ്പുകളായിട്ട് എടുക്കുമ്പോൾ കോഎഫിഷ്യന്റുകളെ ഡയറക്റ്റ് നിങ്ങൾക്ക് ഓർഡർ ആയിട്ട് കൊടുക്കാം. രണ്ടാമത്തതിൽ സ്ലോ ആണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു Cl2 HS റേസ് ടു 1 എന്നാ കിട്ടുക. അതിൽ HS എന്താന്ന് പറയേണ്ടി വരും അപ്പോൾ അല്ലേ. അപ്പം നിങ്ങൾ നോക്കിയേ, ഈ ഇക്വേഷനിൽ നിങ്ങൾക്കറിയാം ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ H പ്ലസ് ഇൻറ്റു HS മൈനസ് ഡിവൈഡഡ് ബൈ H2S ആണ്. അതിൽ നിന്നും HS മൈനസിനുള്ള എക്സ്പ്രഷൻ എടുക്കുമ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻറ്റു H2S ബൈ H പ്ലസ് എന്ന് കൊടുക്കേണ്ടി വരും. അതിവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, കാരണം HS മൈനസ് എന്നുള്ളതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ K ഇക്വിലിബ്രിയം ഇൻറ്റു H2S ബൈ H പ്ലസ്. അപ്പോൾ ആ ഇക്വേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? നിങ്ങൾക്ക് Cl2ഉം H2Sഉം മാത്രമല്ല H പ്ലസ് എന്നുള്ളൊരു എക്സ്ട്രാ സാധനം വരുന്നുണ്ട്. പക്ഷെ ഫസ്റ്റ് കേസിൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് വരുന്നുള്ളൂ. സോ ഇറ്റ് ഷുഡ് ബി A ഓൺലി. റെഡി? അപ്പം നമ്മൾ കുറേ സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞു. റേറ്റ് എക്സ്പ്രഷൻ എഴുതുന്നതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അതിൻ്റെ ഓർഡർ കാര്യങ്ങളൊക്കെയാണ്. റെഡി? യെസ്, ലിസൺ. എടാ എല്ലാവരും ഇതിൻ്റെ ആൻസർ പറയൂ. കൺസിഡർ ദി ഫോളോയിങ് റിയാക്ഷൻസ്: A giving P1, B giving P2, C giving P3, D giving P4. The order of the above reactions are 1, 2, 3, 4 എന്ന് തന്നിട്ടുണ്ട്. The following graph is obtained when log rate versus log concentrations are plotted. Among the following, the correct sequence of orders of the reactions. Correct sequence of order പറയണം. അപ്പൊ നിങ്ങൾക്കറിയാം പൊതുവേ അപ്പൊ ഏത് ഓർഡർ ആണെന്ന് കണ്ടുപിടിക്കാനാ ചോദ്യം, അല്ലെങ്കിൽ അതിന്റെ അറേഞ്ച്മെന്റ് കൊടുക്കണം. R എന്ന് പറഞ്ഞാൽ K ഇൻറ്റു A റേസ് ടു N ആണ്. നിലവിൽ ഇവിടെ ലോഗ് ഓഫ് റേറ്റും ലോഗ് ഓഫ് കോൺസെൻട്രേഷനും പ്ലോട്ട് ചെയ്തു. ലെറ്റ് us take log on both side. Log rate R is equal to log K plus log A raised to N അഥവാ 1/n log A. So now this is equal to y is equal to mx plus c എന്ന് നമുക്ക് മനസ്സിലായി. 1/n വേണ്ട, 1/n വേണ്ട, n മതി. കാരണം 1/n അല്ലല്ലോ, A raised to N ആണ്. So that should be n log A. അപ്പോൾ y ഈക്വൽ ടു mx പ്ലസ് സിയിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം സ്ലോപ്പിന്റെ സ്ഥാനത്താണ്. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം y/x ആണ്. സ്ലോപ്പിന്റെ സ്ഥാനത്താണ് n അഥവാ ഓർഡർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ സ്ലോപ്പ് എന്ന് പറയുന്നത് ഓർഡർ ആണെന്ന് മനസ്സിലായി. അപ്പൊ ഇതിൽ നിങ്ങൾ നോക്ക്, സ്ലോപ്പിനനുസരിച്ച് ഏറ്റവും കൂടുതൽ സ്ലോപ്പ് വരുന്നത് ഏതിനാ നോക്കിയേ? ഏറ്റവും കൂടുതൽ സ്ലോപ്പ് വരുന്നത് 4-നാ അല്ലേ? സ്ലോപ്പ് വരുന്നത് ചെരിവ് കൂടുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് 4-നാണ്. അത് കഴിഞ്ഞു വരുന്നത് ഏതാ? 2 ആണ്. അത് കഴിഞ്ഞു വരുന്നത് ഏതാ? 1 ആണ്. അത് കഴിഞ്ഞേ 3 വരുള്ളൂ അല്ലേ? y/x കൂടുക എന്ന് പറഞ്ഞാൽ y കൂടുതൽ വരണടാ, y കൂടുതൽ വരണം, എക്സിനേക്കാളും y കൂടുതൽ വരണം. സോ യുവർ ആൻസർ വിൽ ബി 4, 2, 1, 3 വിച്ച് ഈസ് യുവർ ഓപ്ഷൻ ഡി. ഡി ആണ് ആൻസർ ആയിട്ട് കിട്ടുക. ഈസി. നെക്സ്റ്റ്, if 75% of a first order reaction was completed in 90 minutes, 60% of the same reaction would be completed in approximately. എത്രയാന്ന ചോദ്യം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ തന്നു കഴിഞ്ഞാൽ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ വേണ്ടത്, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്, ഒരേ റിയാക്ഷൻ ആണ്, കെ സെയിം ആണ്. ഫസ്റ്റ് ഓർഡറിന്റെ കേസിൽ നിങ്ങൾക്കറിയാം KT ഈസ് ഈക്വൽ ടു 2.303 ലോഗ് R0/RT ആണ്. ശരിയല്ലേ? അഥവാ K എന്ന് പറഞ്ഞാൽ 2.303/T ലോഗ് R0/RT ആണ്. അപ്പൊ നിങ്ങളിപ്പോൾ 75% റിയാക്ഷൻ നടന്നാലും ശരി, 60% റിയാക്ഷൻ നടന്നാലും കെയുടെ എക്സ്പ്രഷൻ മാറ്റമില്ല, കെ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ
2.303 by 75% നടക്കാനുള്ള സമയം ടൈമിന്റെ അവിടെ ഞാൻ 90 എന്ന് കൊടുത്തു. ലോഗ് ഇനീഷ്യലി R0 100 ആണെന്ന് വിചാരിക്കുക. 75% നടന്നാൽ 25 ബാക്കി. ഇതാണ് ആദ്യത്തെ ഡാറ്റയിൽ നിന്നുള്ള കെയുടെ എക്സ്പ്രഷൻ. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു കെ ഓഫ് സെക്കൻഡ് ഡാറ്റ. 2.303 ബൈ ടൈം കണ്ടുപിടിക്കണം, അതാണ് ചോദ്യം. ലോഗ് 60% ആണ് നടന്നത്, ഇനീഷ്യലി 100 ആണെങ്കിൽ 40 ബാക്കിയുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. സോ യു അണ്ടർസ്റ്റാൻഡ് 2.303 ക്യാൻസൽ ആവുന്നുണ്ട്. ഞാൻ ടി ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്താൽ ദിസ് ഇസ് ടി ബൈ 90 ഈസ് ഈക്വൽ ടു ലോഗ് 10/4 എന്ന് പറഞ്ഞാൽ ലോഗ് എ മൈനസ് ലോഗ് ബി ഡിവൈഡഡ് ബൈ ഈ ഭാഗത്ത് നിങ്ങൾക്കറിയാം 100/25 ലോഗ് 4 ആണ്. സോ ലോഗ് 10 ഈസ് 1 ആൻഡ് ലോഗ് 4 ഈസ് 0.6 ഡിവൈഡഡ് ബൈ 0. കാരണം ലോഗ് 2 0.30 എന്ന് തന്നിട്ടുണ്ട്. ലോഗ് 4 എന്ന് പറഞ്ഞാൽ 2 ലോഗ് 2 ആ, ലോഗ് 2 സ്ക്വയർ ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 0.4 ബൈ 0.6 വിച്ച് ഈസ് ഈക്വൽ ടു 2/3. അപ്പോൾ ടൈം ഈസ് ഈക്വൽ ടു ടി ഈസ് ഈക്വൽ ടു 2/3 ഇൻറ്റു 90. So that's equal to 60 minutes. So your answer will be what? 60 minutes. മിനിറ്റ്സിലാണ് ചോദ്യം. നേരത്തെ ഡാറ്റ മിനിറ്റ്സിലാ തന്നെ, അപ്പൊ മിനിറ്റ്സിൽ തന്നെയാണ് ആൻസർ കിട്ടുക. ഈസി. പറഞ്ഞത് ക്ലിയർ ആണോ? അപ്പൊ പൊതുവെ ഇങ്ങനെ വരുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. അതല്ലാതെ യു ഹാവ് ടു റിമെമ്പർ ദിസ് ഈസ് ഫോർ ഫസ്റ്റ് ഓർഡർ. ശ്രദ്ധിച്ചേ, ഇപ്പൊ 0 ഓർഡർ റിയാക്ഷൻ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ we know that T half is equal to C0 by 2K. 0 ഓർഡറിന്റെ കേസിൽ T 100% is equal to C0 by K, or T 100% is equal to 2 times T 50% or T half. T 75% is equal to 1.5 T 50%. These are the relation you need to remember during a 0 order reaction. Now consider a first order reaction. First order reaction ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ T half is equal to 0.693 by K, which is independent of the concentration of the reactants. T 100% 100% റിയാക്ഷൻ കംപ്ലീറ്റ് ആവൂല. ഇറ്റ് ടേക്സ് ഇൻഫിനിറ്റ് ടൈം, ഇൻഫിനിറ്റി ആണ്. Or else what are the relation you need to find? T 100% infinity ആണെന്ന് മനസ്സിലായി. T 75% is equal to 2 times T 50%. That is the relation. See the difference. 0 ഓർഡറിൽ T 75% 1.5 T 50% ആണ്. ഫസ്റ്റ് ഓർഡറിൽ T 75% 2 times T 50% ആണ്. അത് മാറിപ്പോകരുത്. അത് കൂടാതെ നിങ്ങൾക്ക് എൻട്രൻസിന് ഹെൽപ്പ് ചെയ്യുന്നത് യു ക്യാൻ റിമെമ്പർ T 87.5% which is 3 times T 50%. Or else you can remember T 93.75% which is equal to 4 T 50%. It can be 96.87% which is 5 T 50%. Or it can be T 99.9% which is equal to 10 times of T 50%. All these are important. ഇത്രയും ആൾക്കാരെ നിങ്ങൾക്ക് ഓർമ്മിക്കാം. ഓൾ ദീസ് ആർ ഇമ്പോർട്ടൻറ്റ്. റെഡി? ക്ലിയർ അല്ലേ? അതല്ലാതെ വരുന്നത് മാത്രം നിങ്ങൾ ഇങ്ങനെ കണ്ടുപിടിക്കുക. ഇത് ഇത്രയും തന്നിരിക്കുന്നത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നോക്കടാ, 2 3 4 5 2 3 4 5 75 87.5 93.75 96.87 ആണ്. ബാക്കി 99.9. റെഡി? ഓക്കെ, വാട്ട് ഈസ് ട്രൂ അബൌട്ട് ദിസ്? ട്രൂ ഏതാന്ന് പറയണേ. A second order reaction is always a multi-step reaction. Is that true? ചിലപ്പോൾ സിംഗിൾ ആവാം, ചിലപ്പോൾ മൾട്ടി സ്റ്റെപ്പ് ആവാം. ഇറ്റ് ക്യാൻ ബി എനി. ഈസ് ഓൾവേസ് എന്ന് പറയുന്നതിലാ പ്രശ്നം. ഇറ്റ് ക്യാൻ ബി അല്ലേ, ഇറ്റ് ക്യാൻ ബി മൾട്ടി സ്റ്റെപ്പ്. ഓൾവേസ് എന്ന് പറയുന്നത് ശരിയല്ല. രണ്ടാമത്തത്, 0 ഓർഡർ റിയാക്ഷൻ ഈസ് എ മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷൻ. അത് ശരിയാണോ? യെസ്, ദാറ്റ് ഈസ് ദി കറക്റ്റ് വൺ. കാരണം എന്താ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. 0 ഓർഡർ റിയാക്ഷൻ cannot be a single step reaction. കാരണം എന്താ? സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ ആണെങ്കിലുള്ള പ്രത്യേകത എന്താ? സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻസ് ആർ എലിമെന്ററി റിയാക്ഷൻസ്. എലിമെന്ററി റിയാക്ഷൻസിന്റെ പ്രത്യേകത എന്താ? എലിമെന്ററി റിയാക്ഷന്റെ പ്രത്യേകത എന്താ? എന്തൊക്കെയാണ് കോഎഫിഷ്യന്റുകൾ? അത് ഓർഡർ ആയിട്ട് മാറും എന്ന് പറഞ്ഞാൽ എലിമെന്ററി റിയാക്ഷൻസ് ആണെങ്കിൽ എലിമെന്ററി റിയാക്ഷനിൽ ഓർഡർ കനോട്ട് ബി 0.
ശരിയല്ലേ? അപ്പൊ മൾട്ടി സ്റ്റെപ്പ് ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ ഓപ്ഷൻ ബി തന്നെയാണ്. ഫസ്റ്റ് ഓർഡർ ഈസ് ഓൾവേസ് സിംഗിൾ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ശരിയല്ല, ചിലപ്പോൾ സിംഗിൾ സ്റ്റെപ്പ് ആകാം. എ സീറോ ഓർഡർ ഈസ് എ സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ വളരെ റോങ് ആയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. റെഡി? നെക്സ്റ്റ്, the results given in the below table were obtained during kinetic studies of the following reaction 2A plus B giving C plus D. ചോദ്യം, X and Y in the given table കണ്ടുപിടിക്കണം. ടേബിൾ സൂക്ഷിച്ചു നോക്കൂ. എക്സും വൈയും കണ്ടുപിടിക്കണം. എവിടെയാണ് എക്സും വൈയും കിടക്കുന്നത് എന്ന് നോക്കുക. ഇവരെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് പല രീതിയിൽ ചെയ്യാം. റേറ്റിൽ ഉപയോഗിച്ച് ചെയ്യാം, അതല്ലാതെ അനലൈസ് ചെയ്തിട്ടൊക്കെ ചെയ്യാം. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നോക്കിയേ, എ കോൺസ്റ്റന്റ്, ബി ഡബിൾ ആക്കി. അപ്പം എന്താ സംഭവിച്ചത്? 1 6 6 12 3 അല്ലേ? നോക്കിയേ, 6 × 2.4 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് 4 ടൈംസ് ആണ്. 6 2.4ലേക്ക് 4 ടൈംസ് ആണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നത് എന്താ? എടാ, ബി ഡബിൾ ആക്കിയപ്പോൾ, അതായത് ബി 2 ടൈംസ് ആക്കിയപ്പോൾ എ കോൺസ്റ്റന്റ് ആണ്, എ മൈൻഡ് ചെയ്യേണ്ട, റേറ്റ് 4 ടൈംസ് ആയിട്ട് മാറി. 4 ടൈംസിന് 2ന്റെ പവറിൽ 2 സ്ക്വയർ എന്ന് എഴുതാം. സോ യു അണ്ടർസ്റ്റാൻഡ് റേറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ബി സ്ക്വയർ. ദാറ്റ് ഈസ് യുവർ ഫസ്റ്റ് കൺക്ലൂഷൻ. ബിയും ആയിട്ടുള്ള ഓർഡർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എ എടുത്തു നോക്കാം. ലെറ്റ് us consider this 1ഉം 3ഉം എടുത്തു നോക്ക്. എ ഡബിൾ ആക്കി, ബി ഒന്നും ചെയ്തിട്ടില്ല, സി ഡബിൾ ആയി. എ ഡബിൾ ആക്കിയപ്പോൾ ബി മാറിയിട്ടില്ല, റേറ്റ് ഡബിൾ ആയി. ഡബിൾ ആയി എന്ന് പറഞ്ഞാൽ 2⁻1. സോ യു അണ്ടർസ്റ്റാൻഡ് ആർ ഈസ് പ്രൊപ്പോർഷണൽ ടു a⁻1. ശരിയല്ലേ? ഇതാണ് നമുക്ക് ആൻസർ കിട്ടിയത്. ഇത് നമുക്ക് കിട്ടി. അപ്പൊ ഇനി അടുത്തത് എക്സും വൈയും കണ്ടുപിടിക്കണം. അപ്പൊ ഇതിൽ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാനുള്ളത് വീണ്ടും കമ്പയർ ചെയ്യാന്നുള്ളതാ. ഇപ്പൊ ഉദാഹരണത്തിന് സി, ഞാനിപ്പോൾ അടുത്തൊരാളെ കമ്പയർ ചെയ്യാണ്. ലെറ്റ് us say ഇവിടെ നോക്കിയേ, എക്സ് കണ്ടുപിടിക്കേണ്ടത് 4ാമത്തെ എക്സ്പെരിമെന്റിലാണ്. അപ്പൊ അവിടെ ബി മാറാത്തത് ചൂസ് ചെയ്താൽ കുറച്ചുകൂടി എളുപ്പമായി. ബി മാറുന്നില്ല, 0.2 0.2ലേക്ക് വരുമ്പോൾ ബി മാറുന്നില്ല. അപ്പൊ എന്താ സംഭവിക്കുക? എ 0.1 എക്സ് ആയിട്ട് മാറി. ശ്രദ്ധിക്കുക, 2.40 7.20 ആയി എന്ന് പറഞ്ഞാൽ 2.40 7.20 ആയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചൊക്കെ എത്രയാ കൂടിയത്? 7.2/2.4 ചെയ്താൽ നിങ്ങൾക്ക് 3 കിട്ടുക. അപ്പൊ നമുക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് അറിഞ്ഞോ? ബി മാറിയിട്ടില്ല കേട്ടോ. അപ്പൊ ബി എഴുതണോ? വേണ്ട. റേറ്റ് 3 ടൈംസ് ആയിട്ട് മാറി. 3 ടൈംസ് എന്ന് പറഞ്ഞാൽ 3⁻1 അല്ലേ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട കാര്യം എന്താ? എക്ക് പ്രൊപ്പോർഷണൽ ആണ് റേറ്റ്. അപ്പോൾ റേറ്റ് 3 ടൈംസ് ആയി എന്ന് പറഞ്ഞാൽ എ 3 ടൈംസ് ആയി എന്നാണ് അതിന്റെ അർത്ഥം. എ 0.1 എന്ന് 0.3 ആയി എന്നർത്ഥം. സോ എ 0.3 ആണ്. 2 ഓപ്ഷൻ ഉണ്ട്. എ കിട്ടിയത് മനസ്സിലായോ? അത് ഡയറക്റ്റ് ഒബ്സർവേഷൻ ആണ്. ആക്ച്വലി നമുക്ക് ഇത്രയൊന്നും എഴുതാതെ തന്നെ പറയാൻ പറ്റും, അതാണ് സത്യം. ഞാൻ എഴുതി കാണിച്ചു എന്നല്ലേ. റെഡി? ഇനി അടുത്തത് നിങ്ങൾക്ക് വൈ കണ്ടുപിടിക്കണം. അപ്പോൾ വൈ കണ്ടുപിടിക്കുമ്പോൾ മേ ബി യു കൻ ഗോ ഫോർ എനദർ. അതായത് ഇപ്പം നിലവിൽ നിങ്ങൾക്ക് ഇത് 0.3 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഊഹിക്കാം 0.3 നിന്ന് 0.3ലേക്ക് വരുമ്പോൾ എയിൽ മാറ്റമൊന്നുമില്ല. അപ്പോൾ നോക്കിയേ, ബി 0.2 വൈയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ 7.2 × 10⁻²- 2.8 അഥവാ 28.8 × 10⁻⁻1 ആയിട്ട് മാറി. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 7.2 28 ഇതിന് 28.8 × 10⁻² എന്ന് എഴുതാം. എത്രയത്? 4 ടൈംസ് ആണ്. സോ യു അണ്ടർസ്റ്റാൻഡ്, എക്സ് മാറിയിട്ടില്ല, റേറ്റ് 4 ടൈംസ് ആയിട്ട് മാറുന്നത് കണ്ടു. എപ്പോഴാണ് റേറ്റ് 4 ടൈംസ് ആയിട്ട് നമുക്ക് മാറുന്നത് കാണാൻ പറ്റുന്നുണ്ട്? അപ്പോ ബിയുടെ ബേസിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ബി എത്രയായിട്ട് മാറേണ്ടി വരും. കാരണം ബിയുടെ സ്ക്വയർ ആയിട്ടാണ് മാറുന്നത്. എത്രയാണോ ബി അതിന്റെ സ്ക്വയർ ആയിട്ട് മാത്രമേ മാറുള്ളൂ എന്നറിയാം. ബി 2 ടൈംസ് ആവണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. 0.2 2 ടൈംസ് ആയി എന്ന് പറഞ്ഞാൽ 0.4 എന്നർത്ഥം. സോ യുവർ ഓപ്ഷൻ വിൽ ബി സി. അങ്ങനെ ഇക്വേഷൻ ഉപയോഗിക്കാതെ നോക്കി തന്നെ നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റും എന്നാ ഞാൻ പറഞ്ഞത്. റെഡി? ക്ലിയർ അല്ലേ? അടുത്തൊരു ചോദ്യം, ഡ്യൂറിംഗ് ദ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ വൺ ഓഫ് ദി പ്രോഡക്ട്സ് ഈസ് സ്ട്രോൺഷ്യം 90 വിത്ത് ഹാഫ് ലൈഫ് ഓഫ് 6.93 ഇയേഴ്സ്.
ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ നടക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഹാഫ് ലൈഫ് തന്നിരിക്കുന്നു 6.93 years ആണ്. So that you are able to find K is equal to 0.693 by T half ആണ്. So K is equal to 0.693 by T half is 6.93 years which is 1 by 10. K നമുക്ക് കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. If 1 microgram of strontium was absorbed in the bones of a newly born baby, പുതിയ കുട്ടിയിലേക്ക് ഈ 1 microgram strontium വന്നു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ how much time in years is required to reduce it by 90%? ഇത് 90% കുറക്കാൻ എത്ര സമയം വേണ്ടി വരും എന്നാണ് ചോദ്യം. ഇനീഷ്യലി R0 ഇനീഷ്യലി 1 മൈക്രോഗ്രാം ആണുള്ളത്. ഫൈനലി 90% കുറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി 1% ഇല്ലേ ഉള്ളൂ. 1% എന്ന് പറഞ്ഞാൽ എത്രയാ? ദാറ്റ് ഈസ് 0.1. അതായത് 1 മൈക്രോയുടെ 1% എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1/100 ഇൻറ്റു 1 മൈക്രോഗ്രാം ആണ്. നിങ്ങൾ 1% കൊണ്ട് അല്ല 90% കഴിഞ്ഞാൽ 10% ആണ് ബാക്കി ഉണ്ടാവുക, വിച്ച് ഈസ് ഈക്വൽ ടു 0.1 മൈക്രോഗ്രാം. 90% കഴിഞ്ഞ് 10% ബാക്കിയുള്ളൂ. ബാക്കിയുള്ള 10% 0.1 ഗ്രാം ആണ്. അപ്പോൾ നിങ്ങളോട് ടൈമാണ് ചോദിച്ചത്. നിങ്ങൾക്കറിയാം ഇത് ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ ആണ്, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. സോ യു ക്യാൻ റൈറ്റ് KT ഈസ് ഈക്വൽ ടു 2.303 log R0 by RT. സോ T ഈസ് ഈക്വൽ ടു 2.303 by K. അപ്പം എന്താവും? 1/10, 10 മേലേക്ക് പോവും. ലോഗ് R0 1/0.1. 1/0.1 എന്ന് പറഞ്ഞാൽ 10 ആണ്. സോ ദിസ് ഈസ് 23.03 ഇൻറ്റു ലോഗ് 10. ലോഗ് 10 1 അല്ലേ, വിച്ച് ഈസ് 23.03. ഓക്കെ, ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇറ്റ് ഈസ് 23.03 എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, കീമിനും ക്ലാസ്സുകൾ വരുന്നുണ്ട്. അത് ഉടനെ അനൗൺസ്മെന്റ് ഉണ്ടാവും. വി വിൽ ഹാവ് ദ ക്രാഷ് പ്രോഗ്രാം. യു ക്യാൻ രജിസ്റ്റർ അറ്റ് Xylem. ഓക്കെ, റെഡി. അടുത്തൊരു ചോദ്യം. ഡീകമ്പോസിഷൻ ഓഫ് എക്സ് exhibit a rate constant of 0.05 microgram per year. Rate constant of 0.05 microgram per year. അപ്പം മനസ്സിലാക്കണേ, ഇതിൽ റേറ്റ് കോൺസ്റ്റന്റ് 0.05ന് 5 × 10⁻², മൈക്രോഗ്രാം പെർ ഇയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ എമൗണ്ട് ബൈ ടൈം തന്നതുകൊണ്ട് വി അണ്ടർസ്റ്റാൻഡ് ദിസ് ഈസ് എ സീറോ ഓർഡർ റിയാക്ഷൻ. വെറും ടൈം ഇൻവേഴ്സ് ആണെങ്കിൽ ഫസ്റ്റ് ഓർഡറാ. കോൺസെൻട്രേഷൻ ബൈ ടൈം തന്നതുകൊണ്ട് ഇതൊരു സീറോ ഓർഡർ റിയാക്ഷൻ ആണെന്ന് ക്ലിയർ ആയി. ഹൗ മെനി ഇയേഴ്സ് ആർ റിക്വയർഡ് ഫോർ ദ ഡീകമ്പോസിഷൻ ഓഫ് 5 മൈക്രോഗ്രാം ഇൻറ്റു 2.5 മൈക്രോഗ്രാം? ഇതാണ് ചോദ്യം. 5 മൈക്രോഗ്രാം 2.5 മൈക്രോഗ്രാം ആക്കാൻ എത്ര ഇയേഴ്സ് എടുക്കുന്ന ചോദ്യം. അപ്പം നമുക്കറിയാം ഇറ്റ് ഈസ് ആക്ച്വലി ഹാഫ് ആവണം. T ഹാഫ് ആണ് കണ്ടുപിടിക്കേണ്ടത്, which is C0 by 2K. C0 initial concentration taken for that particular thing, which is 5 microgram ആണ്. So it is 5 microgram divided by 2 into K ക്ക് പകരം 5 × 10⁻² microgram by year എന്ന് കൊടുക്കാം. 5 ക്യാൻസൽ ആയി, 10⁻² മേലെ വരുന്നു 100. 100 by 2 is equal to 50. You get 50 years. That will be your answer. 50 ആണ് ആൻസർ ആയിട്ട് വരിക. നോ സംശയമൊന്നുമില്ല അതിൽ. ക്ലിയർ അല്ലേ? അപ്പൊ ഇതില് ഐഡിയ എന്ന് പറഞ്ഞാൽ യു നീഡ് ടു ഫൈൻഡ് ദി ഓർഡർ മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ മാറും. അതാ സംഭവം. ഓർഡർ കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാം കേട്ടോ. റെഡി. അത് മാത്രമല്ല, ഇപ്പൊ നിങ്ങൾ സീറോ ഓർഡറിന്റെ കേസിൽ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, എസ്പെഷ്യലി ഫോർ സീറോ ഓർഡറിന്റെ കേസിൽ മാത്രം നമുക്ക് മനസ്സിലായിരിക്കുന്ന കാര്യം C0 minus CT is equal to KT. അല്ലെങ്കിൽ നിങ്ങൾ അതിനെ R0 minus RT is equal to KT എന്നാണ്. അല്ലെങ്കിൽ R0 minus RT എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് X is equal to KT എന്നാണ്, ഓർ X is proportional to T എന്നാണ്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈക്വൽ ടൈമിൽ ഈക്വൽ പ്രോഡക്റ്റ് ഉണ്ടായി. ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈമില് that gives you equal amount of products എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ ആലോചിക്കുന്നത് ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ആലോചിക്കുന്നത്, ഇപ്പം ഞാൻ നമ്മുടെ ഫുഡ് കഴിക്കുന്നത് ആലോചിച്ച് നോക്കാം. ഇപ്പം നിങ്ങൾ ദോശ കഴിക്കുകയാണ്, ലെറ്റ്സ് നിങ്ങൾ ഇഡ്ഡലി കഴിക്കുകയാണ്. അപ്പം ഐഡിയ ഇതാണ്, ഗോപിക
അല്ലെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് ഗോപിക ലെറ്റസ് ഒരു ഇഡ്ഡലി കഴിച്ചു എന്ന് പറഞ്ഞാൽ അടുത്ത 5 മിനിറ്റിൽ അടുത്ത ഒരു ഇഡ്ഡലി കഴിക്കും, അടുത്ത 5 മിനിറ്റിൽ വീണ്ടും ഒരു ഇഡ്ഡലി കഴിക്കും. സാധാരണ നമ്മൾ കണക്ക് കൂട്ടുന്നതൊക്കെ സത്യത്തിൽ സീറോ ഓർഡറിന്റെ കേസാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഒരു നിശ്ചിത സമയത്ത്, അതായത് നിങ്ങൾക്ക് 10 ചപ്പാത്തി കഴിക്കാൻ 1 മണിക്കൂർ വേണം, അപ്പോ 5 ചപ്പാത്തി കഴിക്കാൻ പകുതി സമയം മതി. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള ഡയറക്റ്റ് കാൽക്കുലേഷൻ ബേസിക്കലി നമ്മുടെ കയ്യിലുള്ളത് സീറോ ഓർഡർ റിയാക്ഷൻ ആണെന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്, നിങ്ങൾ ആലോചിച്ച് നോക്കാം. ഞാൻ പറയുന്നത് സീറോ ഓർഡറിന്റെ കേസിൽ ഇക്വേഷൻ ഒന്നും ഇല്ലാതെ പറയാൻ പറ്റും. The reaction 2x giving B is a zeroth order reaction. തന്നിരിക്കുന്നത് zeroth order reaction ആണ്. If the initial concentration is 0.2 molar, then the half life is 6 hours. 0.2 മോളാറിന്റെ ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ 0.2 മോളാർ അതിന്റെ പകുതി അഥവാ 0.1 മോളാർ ആവുന്നതിനെയാണ്. ഇതിന് വേണ്ട സമയമാണ് 6 മണിക്കൂർ. സീറോ ഓർഡർ ആണ്. അപ്പൊ തന്നെ നിങ്ങളുടെ കൺക്ലൂഷൻ എന്താ? 0.2 0.1 ആയി എന്ന് പറഞ്ഞാൽ ആ ഗ്യാപ്പ്, ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായി. 0.1 മോളാർ കുറയാനാണ് 6 hours ആവശ്യമായി വന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ചോദ്യം എന്താണ്? when the initial concentration is 0.5 molar, then what is the time required to reach the concentration to 0.2 molar? 0.5 molar initial concentration ആയിട്ട് എടുത്താൽ അത് 0.2 molar ആകാൻ എത്ര സമയം വേണം? ഇത് ഡയറക്റ്റ് ചെയ്യാം. കാരണം നിലവിൽ നിങ്ങൾക്ക് 0.5 നിന്ന് 0.2 മാറാൻ 0.3 molar ചേഞ്ച് ആവശ്യം. 0.1 മോളാറിന് 6 hours ആണെങ്കിൽ 0.3 മോളാറിന് എത്രയാ? അല്ലേ? ഇറ്റ് ഈസ് അല്ലേ 0.3 മോളാറിന് എത്രയാ? ഇറ്റ് ഈസ് 3 into 6 hours which is 18. അതല്ലേ? 0.1 മോളാറിന് 6 hours ആണ്. അപ്പൊ 0.3 മോളാറിനോ ഇൻറ്റു 3 ചെയ്താൽ പോരെ? 18. യു ഗെറ്റ് ഇറ്റ് ഡയറക്ട്ലി. ആക്ച്വലി 18 എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഇതിൽ കിട്ടുക. മനസ്സിലായല്ലോ? അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. റെഡി? യെസ്. Yes. And now let us consider, അപ്പോൾ ഇങ്ങനത്തെ കുറേ ചോദ്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. See a question which is related to the Arrhenius concept or activation energy. The rate constant K of a reaction is measured at different temperatures and the data are plotted in the given figure. The activation energy of the reaction in kilojoule per mole is ln K versus 10�3/T നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. അപ്പം നിലവിൽ നിങ്ങളുടെ കയ്യിലുള്ള ഇക്വേഷൻ ln K ഈസ് ഈക്വൽ ടു ln A മൈനസ് EA/RT ആണ്. യു അണ്ടർസ്റ്റാൻഡ്? Y ഈസ് ഈക്വൽ ടു mx പ്ലസ് C. അവിടെ y എന്ന് പറയുന്നത് കിട്ടി, x എന്ന് പറയുന്നത് 1/T ആണ്. സോ യു അണ്ടർസ്റ്റാൻഡ് m വിച്ച് ഈസ് യുവർ സ്ലോപ്പ്. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ y/x ആണ്. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു മൈനസ് EA/R. വാട്ട് ഈസ് y? That is 10. By what is x? That is 5 is equal to EA/R. So what is your EA? Is equal to 2R. You get option C? Alla, option D. D ആണ് ഓപ്ഷൻ ആയിട്ട് കിട്ടുക അല്ലേ? You are getting option D. So that is your Arrhenius equation and calculation. Clear അല്ലേ? റെഡി അല്ലേ? അത് ഡയറക്റ്റ് ഇക്വേഷന്റെ ബേസിൽ നിങ്ങൾക്ക് കിട്ടും. നെക്സ്റ്റ്, for the following reactions, A giving product at 700 Kelvin, A giving product at 500 Kelvin catalyst in the presence, it was found that activation energy decreases by 30 kilojoule. So let us see. Activation energy ഒന്നാമത്തതിന് E1 എന്ന് വിളിക്കാം, രണ്ടാമത്തതിന് E2 എന്ന് വിളിക്കാം. Activation energy decreases by 30 kilojoule per mole in presence of a catalyst. കാറ്റലിസ്റ്റിനെ ഉപയോഗിച്ചപ്പോൾ 30 കിലോജൂൾ ആക്ടിവേഷൻ എനർജി കുറഞ്ഞു. അതായത് നേരത്തെ ഉള്ളതിനേക്കാളും 30 കുറഞ്ഞു എന്ന് നമുക്ക് മനസ്സിലായി. ഇഫ് ദ റേറ്റ് റിമെയിൻസ് അൺചേഞ്ച്ഡ്, റേറ്റ് മാറുന്നില്ല, ദി ആക്ടിവേഷൻ എനർജി ഫോർ ദി കാറ്റലൈസ്ഡ് റിയാക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അസ്യൂം പ്രീ എക്സ്പൊണൻഷ്യൽ ഫാക്ടേഴ്സ് ടു ബി സെയിം. പറഞ്ഞിരിക്കുന്നത് റേറ്റ് സെയിം ആണ് അഥവാ റേറ്റ് കോൺസ്റ്റന്റ് സെയിം ആണെന്ന് വിചാരിക്കുക. അറീനിയസ് ഇക്വേഷൻ പ്രകാരം K ഈസ് ഈക്വൽ ടു A e⁻ -EA/RT ആണ്. അപ്പൊ ഞാൻ അതിനെ
Activation energy 1, temperature 1 എന്ന് കൊടുത്തു. A same ആണ്, is equal to A e raised to minus E2 by RT2. അപ്പോൾ A cancel ആവും, or finally you get E1 by RT1 is equal to E2 by RT2. R common ആണ്, cancel ആയി. So this is equal to E1 by, what is the first temperature? That is 700 Kelvin minus is equal to E2 by 500 Kelvin. അല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലായി 500 പോയി 5/7 E1 is equal to E2ന് പകരം E1 minus 30 എന്ന് നമുക്ക് എഴുതാം. ശരിയല്ലേ? ശരിയല്ലേ? Or you can write 5/7 is equal to E1 minus 30 by E1 ഞാൻ ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്തു, 1 minus 30 by E1 എന്നാക്കി. Or 30 by E1 is equal to 1 minus 5/7 which is equal to 2/7. Or you understand E1 is equal to 30 into 7 by 2 ആണ്. അപ്പോൾ 15 into 7 ചെയ്യുമ്പോൾ 30, 305 എന്ന് കിട്ടും. ആദ്യത്തെ ആളുടെ ആക്ടിവേഷൻ എനർജി 305 എന്ന് കിട്ടി. കാറ്റലിസ്റ്റിന്റെ പ്രസൻസിലുള്ള no, it's not 305, it is 105, right? Yes, 105 വരിക, 35 കഴിഞ്ഞ് 1 7 3 10 ആണ്. So this is 105. E2 is equal to 105 minus 30 which is equal to 75. ചോദ്യം കാറ്റലൈസ്ഡ് റിയാക്ഷൻ്റെ ആയതുകൊണ്ട് 75 ആയിരിക്കണം ആൻസർ വരേണ്ടത്. 75 will be your answer. ക്ലിയർ അല്ലേ? ഈസി ക്വസ്റ്റ്യൻ ആണ്. അടുത്തൊരു ചോദ്യം നോക്കാം. കൺസിഡർ ദി പ്ലോട്ട് ഓഫ് എൻതാൽപ്പി ഓഫ് ദി ഫോളോയിങ് റിയാക്ഷൻ. റിയാക്ഷൻ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. A+B ഗിവിംഗ് C+D ആണ് നമ്മുടെ റിയാക്ഷൻ. അതിൽ ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ് ചോദ്യം. ഒന്നുകൂടി ശ്രദ്ധിക്കുക, A+B എന്ന പോയിന്റ് നിങ്ങൾ നോക്കണം. ദിസ് ഈസ് യുവർ A+B എന്ന പോയിന്റ്. അത് സി തരുന്നുണ്ട്. സി തരുന്നതിന്റെ ഗ്രാഫ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇത്രയും കയറി ഇറങ്ങിയാലേ സി കിട്ടുള്ളൂ എന്ന് മനസ്സിലായി. അതുപോലെ ഡി കിട്ടണമെങ്കിൽ ഇത്രയും കയറി ഇറങ്ങുമ്പോഴാണ് ഡി കിട്ടുന്നത് എന്ന് മനസ്സിലായി. ഒന്നാമത്തെ ചോദ്യം, ആക്ടിവേഷൻ എൻതാൽപ്പി ടു ഫോം സി ഈസ് 5 കിലോജൂൾ മോൾ ലെസ് ദാൻ ദാറ്റ് ടു ഫോം ഡി ആണോ? ആക്ടിവേഷൻ എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓൾറെഡി ഉള്ളതിന് എക്സ്ട്രാ എത്ര എനർജി കൊടുക്കണം എന്നതിനെയാണ് ആക്ടിവേഷൻ എനർജി എന്ന് പറയാം. അപ്പൊ നോക്കിയേ നിങ്ങൾ, ഈ ഡിഫറൻസ് എത്രയാ? 5 20 ഡിഫറൻസ് 15 കിലോ ജൂൾ പെർ മോൾ ആണ്. നേരെ മറിച്ച് നമ്മളിവിടെ ഇയാളുടെ ആക്ടിവേഷൻ എനർജി നോക്കിക്കഴിഞ്ഞാൽ 5 15 എനർജി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടുന്നത് എത്രയാ? 10 കിലോ ജൂൾ ആണ്. അപ്പൊ ശരിയാ, ഡി ഫോം ചെയ്യുന്നതിന് 10 കിലോ ജൂൾ ആക്ടിവേഷൻ എനർജി, സി ഫോം ചെയ്യുന്നതിന് 5 കിലോ ജൂൾ ആക്ടിവേഷൻ 15 കിലോ ജൂൾ. പക്ഷെ അവിടെ 5 കിലോ ജൂൾ ഈസ് മോർ ദാൻ ഡി. അതല്ലേ ആൻസർ? ലെസ് അല്ലല്ലോ, സിക്കല്ലേ കൂടുതൽ. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത്രയും ഗ്യാപ്പ് വന്നു എന്ന് പറഞ്ഞാൽ മല കൂടുതലല്ലേ, സിക്കാ കൂടുതൽ. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെയാണ് ഇൻകറക്റ്റ്. രണ്ടാമത്തെ നോക്ക് നിങ്ങൾ, സി ഈസ് തെർമോഡൈനാമിക്കലി സ്റ്റേബിൾ. ശരിയാ, കാരണം സിയുടെ എനർജി കുറവാ, ദാറ്റ് ഈസ് സ്റ്റേബിൾ. ഡി ഈസ് കൈനറ്റിക്കലി സ്റ്റേബിൾ പ്രോഡക്റ്റ്. കൈനറ്റിക്സ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഡി ഉണ്ടാക്കാൻ പറ്റും, ബിക്കോസ് ദിസ് ഈസ് ഫാസ്റ്റ്. മറ്റേത് സ്ലോ ആണ് അല്ലേ? ആക്ടിവേഷൻ എനർജി കൂടുമ്പോൾ റിയാക്ഷൻ സ്ലോ ആവും. ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നതിന് കൈനറ്റിക്സ് എന്ന് പറഞ്ഞാൽ സ്പീഡിൽ നടക്കുന്നതെന്ന് അർത്ഥം. ദാറ്റ് ഈസ് കറക്റ്റ്. ഫോർമേഷൻ ഓഫ് എ ബി ഫ്രം സി ഹാസ് ദി ഹയസ്റ്റ് എൻതാൽപ്പി ഓഫ് ആക്ടിവേഷൻ. ശരിയാ, സിയിൽ നിന്നും എയിലേക്ക് വരാൻ ഒരു വലിയ കുന്നു കിടക്കുകയല്ലേ, അതിന്റെ എൻതാൽപ്പി ഹയസ്റ്റാ. ദാറ്റ് ഈസ് കറക്റ്റ്. അപ്പൊ ഇൻകറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഏതാണ്? നിങ്ങളുടെ ഈ ഓപ്ഷൻ തന്നെയാണ്. അപ്പൊ ഈ ചാപ്റ്റർ ഡീല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, ഓർഡർ കണ്ടുപിടിക്കുക, റേറ്റ് ലോ കണ്ടുപിടിക്കുക, ഒരു എക്സ്പ്രഷന്റെ ഡിസപ്പിയറൻസ് തന്നാൽ അപ്പിയറൻസ് കാണാൻ പഠിക്കുക, സീറോ ഓർഡർ ഫസ്റ്റ് ഓർഡർ അതിന്റെ ഹാഫ് ലൈഫുകൾ തമ്മിലുള്ള റിലേഷൻ, ടേബിള് തന്ന് റിലേഷൻ കണ്ടുപിടിക്കുക, ആക്ടിവേഷൻ എനർജിയുടെ ബേസിലുള്ള കാൽക്കുലേഷൻസ് ഒക്കെയാണ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് വാട്ട് വി ഹാവ് ഡിസ്കസ്ഡ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിലെ ഡെമോ ആയിട്ട് അല്ലെങ്കിൽ എന്താണ് പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. യെസ്, സോ ദാറ്റ് ഈസ് അബൌട്ട് ദിസ് സെഷൻ ഗൈസ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. എല്ലാവരും ഉഷാറായിട്ട് പഠിക്കാം. സി യു with some other programs in the same channel, and okay, bye. Have a nice day. Bye. Good night.